അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ അഹദ് അൽ ഫർദി അസ്സമദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അഹ്മദുഹു ഹംദൻ ബിലാ അഹദ്. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് ചേർന്ന സഹോദരങ്ങളെ, സഹോദരികളെ, സർവ്വലോകരക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. പരിശുദ്ധമായ പള്ളിയിലാണ് നമ്മളിരിക്കുന്നത്. അള്ളാഹുവിനെ ആരാധിക്കാനും അവൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യാനും ഈ അടുത്ത ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തുറക്കപ്പെട്ട ഒരു പള്ളിയാണ് ഈ പള്ളിയെന്ന് നമുക്കറിയാം. ഞാൻ മനസ്സിലാക്കുന്നത് ഈ പള്ളിയിലെ ആദ്യത്തെ വിജ്ഞാന സദസ്സാണ്, ഒന്നാമത്തെ ക്ലാസ്സാണ്. അപ്പോൾ ഈ ക്ലാസ്സിന് വന്ന എല്ലാ ആളുകളും ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ ഒരു ഹജ്ജ് ചെയ്ത പ്രതിഫലത്തോടു കൂടെ തിരിച്ചു പോകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഒരു ഭവനത്തിലേക്ക്, പള്ളിയിലേക്ക് ഒരു വിജ്ഞാനത്തിൻ്റെ സദസ്സുണ്ട് എന്നറിഞ്ഞ് ആ സദസ്സിൽ പങ്കെടുക്കാൻ വേണ്ടി ആരെങ്കിലും വന്നാൽ, അതിലവർ പങ്കെടുത്താൽ പരിപൂർണമായ ഒരു ഹജ്ജ് ചെയ്താണ് അവർ തിരിച്ചു പോകുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പുണ്യം നേടിയെടുക്കുക എന്ന നിയ്യത്ത് നമ്മുടെ മനസ്സിലുണ്ടാകണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കറിയാം, ഒരു ദിവസം തന്നെ 5 ഹജ്ജ് ചെയ്ത പ്രതിഫലം ഈ പള്ളി കാരണം നമുക്ക് ലഭിക്കും. ഏറ്റവും ചുരുങ്ങിയത് 5 നേരത്തെ ജമാഅത്തിന് വരുന്ന ആളുകൾക്ക് 5 ഹജ്ജ് ചെയ്ത കൂലിയുണ്ട്. സ്വഹീഹായ ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, വീട്ടിൽ നിന്ന് വുളൂ ചെയ്ത് ഒരാൾ പള്ളിയിലേക്ക് വന്നു, അയാളുടെ ജമാഅത്തായി നമസ്കരിച്ചാൽ ഒരു ഹജ്ജ് ചെയ്ത പ്രതിഫലമുണ്ട് എന്നാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം 5 ജമാഅത്തിനും പങ്കെടുത്ത ആളുകൾക്ക് അവർക്ക് ആ നിയ്യത്തുണ്ടായിരുന്നെങ്കിൽ 5 ഹജ്ജ് ചെയ്ത കൂലി, അതിൻ്റെ കൂടെ ഈ വിജ്ഞാന സദസ്സിൽ പങ്കെടുത്ത 6ാമത്തെ ഹജ്ജ് ചെയ്ത കൂലി, അതൊക്കെ നേടിയെടുക്കാൻ സാധിക്കും. അത്തരം കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും നന്മകളെക്കുറിച്ച് അറിയാനും നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണമെന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ വിഷയം അതൊന്നുമല്ല. പരിശുദ്ധ റമദാനിൻ്റെ മുന്നോടിയായി റമദാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് നമ്മൾ ഈ പള്ളിയിൽ ഒരുമിച്ചിരിക്കുന്നത്. മഹാപണ്ഡിതനായ ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു വാചകം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന് ഏതാനും ചില കാര്യങ്ങൾ പറയാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, തല്ലാഹി ലൗ ഖീല ലി അഹ്ലിൽ ഖുബൂരി തമന്നൗ
ലതമന്നൗ യൗമൻ മിൻ റമളാൻ. അദ്ദേഹം പറയുന്നത് ഖബറിൽ കിടക്കുന്ന മനുഷ്യന്മാർ, മരണപ്പെട്ടു പോയ മനുഷ്യന്മാർ, അവരോട് എന്തെങ്കിലും ഒന്ന് ആഗ്രഹിക്കാൻ അവർക്കൊരവസരം കൊടുത്താൽ, നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ആഗ്രഹിച്ചോളൂ എന്നവരോട് പറയപ്പെട്ടാൽ, അങ്ങനെ ഒരു ചാൻസ്, ഒരു സാധ്യത അവർക്കുണ്ടായിരുന്നുവെങ്കിൽ വിശ്വാസികളായ ആ ഖബറാളികൾ ആഗ്രഹിക്കുമായിരുന്നു എന്നാണ്. എന്താണ് അവർ ആഗ്രഹിക്കുന്നത്? റമദാനിലെ ഒരു ദിവസം ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്നവരാഗ്രഹിക്കുമെന്നാണ്. വളരെ ശ്രദ്ധേയമായൊരു വാചകമാണത്. റമദാനിലെ ഒരു ദിവസം ഞങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്നവരാഗ്രഹിക്കുമെന്ന്. അതിൻ്റെ അർത്ഥം എന്താണ്? പണ്ഡിതന്മാരതിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത്, പരിശുദ്ധ റമദാനിൻ്റെ പ്രത്യേകതയാണ് ഹജ്ജ് ഒഴികെ ബാക്കി എല്ലാ ഇബാദത്തുകളും സമ്മേളിക്കുന്ന, എല്ലാ ഇബാദത്തുകളും ചെയ്യാൻ സാധിക്കുന്ന മാസമാണ് റമദാൻ മാസം. അതാണ് റമദാൻ മാസത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ മരണപ്പെട്ടു പോയൊരു മനുഷ്യന് ഒരു ചാൻസ് കിട്ടിയാൽ റമദാൻ ചോദിക്കുമെന്ന് പറയുമ്പോൾ, ജീവിച്ചിരിക്കുന്ന നമ്മൾ റമദാനിനെ എത്രമാത്രം ഉപയോഗപ്പെടുത്തണമെന്ന് സ്വയം ആലോചിക്കാനും അങ്ങനെ റമദാനിനെ സ്വീകരിക്കാനും നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. റമദാനിൻ്റെ മഹത്വങ്ങളും പ്രാധാന്യങ്ങളും ഒക്കെ നിരന്തരം കേൾക്കുന്ന ആളുകളാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഹദീസുകളിലേക്ക്, അത്തരത്തിലുള്ള അതിൻ്റെ ഫضലുകൾ പറയുന്ന ഒരു ക്ലാസ്സിലേക്ക് പ്രവേശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് എൻ്റെ സംസാരത്തിലൂടെ ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, വരാൻ പോകുന്ന റമദാനിനെ എങ്ങനെ നമുക്ക് ഫലപ്രദമാക്കാൻ പറ്റും, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു റമദാനായി വരാൻ പോകുന്ന റമദാനിനെ എങ്ങനെ മാറ്റാൻ പറ്റും, അതിലേക്ക് നമ്മെ എത്തിക്കാൻ സാധിക്കുന്ന, നമ്മെ സഹായിക്കുന്ന ഏതാനും ചില ചിന്തകളാണ് ഞാൻ എൻ്റെ സഹോദരങ്ങളുമായി, സഹോദരികളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. ഇസ്ലാമിക ചരിത്രത്തിലെ ശ്രദ്ധേയനായ സ്വഹാബിയാണ് അബൂ ഉമാമ റളിയല്ലാഹു അൻഹു. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു സെരിയയെ നിയോഗിച്ചു. സെരിയ എന്ന് പറഞ്ഞാൽ അറബി അറിയാവുന്ന ആളുകൾക്കറിയാം, സെരിയ എന്ന പദത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. സൈന്യം എന്ന് വേണമെങ്കിൽ അർത്ഥം പറയാം. പെട്രോളിങ്ങിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിച്ച സംഘം എന്ന അർത്ഥം പറയാം. അതേപോലെ തന്നെ താക്കീത് നൽകാൻ നബി നിയോഗിച്ചൊരു കൂട്ടം ആളുകൾ എന്ന് വേണമെങ്കിൽ അർത്ഥം പറയാം. പക്ഷെ ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരു സൈനിക നിയോഗമാണ് നടത്തുന്നത്. ഒരു സൈന്യം ആളുകളെ, ഒരു കൂട്ടം ആളുകളെ ഒരു യുദ്ധത്തിന് വേണ്ടി പറഞ്ഞേക്കണം. അപ്പം ആ കൂട്ടത്തിൽ ആരുണ്ട്? അബൂ ഉമാമ റളിയല്ലാഹു അൻഹു ഉണ്ട്. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു ഉടനെ നബിൻ്റെ സമീപത്തേക്ക് ചെന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് നബിയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, നബിയെ നിങ്ങൾ പ്രാർത്ഥിക്കണം, ഞാൻ ഈ യുദ്ധത്തിൽ ഷഹീദാകാൻ വേണ്ടി, താങ്കൾ നിയോഗിക്കുന്ന ഈ യുദ്ധത്തിൽ ഷഹീദാകാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ വാചകം കേട്ടു. നബി പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ സല്ലിംഹും വഗന്നിംഹും, അല്ലാഹുവേ ഇദ്ദേഹത്തെ നീ സുരക്ഷിതനാക്കണേ, ഷഹീദാക്കണേ എന്നല്ല, ഇദ്ദേഹത്തെ നീ സുരക്ഷിതനാക്കണേ, അതോടൊപ്പം തന്നെ വഗന്നിംഹും, യുദ്ധത്തിനാ പോകുന്നത്, അതുകൊണ്ട് തന്നെ യുദ്ധാർജിത സമ്പത്ത്, ഗനീമത്ത് സ്വത്ത് കൊണ്ട് അദ്ദേഹത്തെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. യുദ്ധം കഴിഞ്ഞു, അവർ തിരിച്ചു വന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ദുആ ചെയ്തത്, അത് അള്ളാഹു സ്വീകരിച്ചു. അബൂ ഉമാമ പറയാണ്, ഫസലിംന വഗനിംന, ഞങ്ങൾ നിർഭയരായി സുരക്ഷിതരായി മടങ്ങി വന്നു, ഞങ്ങൾക്ക് ഒരുപാട് ഗനീമത്ത് സ്വത്ത് കിട്ടി. അദ്ദേഹം ആ റിവായത്തിൽ തന്നെ കാണാം, സുമ്മ ബഅസ ജയ്ശൻ ആഖർ, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു സൈന്യത്തെ നിയോഗിച്ചു. ആ സൈന്യത്തിലും ഞാനുണ്ട്, ആ സംഘത്തിലും ഞാനുണ്ട്. ആ സമയത്ത് ഞാൻ നബിയോട് ചെന്ന് ഇതേ ചോദ്യം ആവർത്തിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, ദുഅല്ലാഹ അയ്യർസുഖനി അശ്ശഹാദ, നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം ഞാൻ ഷഹീദാകാൻ വേണ്ടി. എന്താണ് ഒന്നാമത്തെ തവണ സംഭവിച്ചത്? അതൊക്കെ അവിടെ സംഭവിച്ചു. യുദ്ധം കഴിഞ്ഞ് അവർ സുരക്ഷിതരായി മടങ്ങി വന്നു, ഒരു പ്രശ്നം ഉണ്ടായില്ല, ഗനീമത്ത് സ്വത്തും കിട്ടി. മൂന്നാമത്തെ തവണ ഇത് തന്നെ നടന്നു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്തേക്ക് മഹാനായ അബൂ ഉമാമ വന്ന് പറയുന്നൊരു വാചകമുണ്ട്, നബിയെ അതൈതുക സലാസ മറ, 3 തവണ ഞാൻ നിങ്ങളുടെ സമീപത്തേക്ക് വന്നു. എന്തിനാണ്? അസ്അലുക അൻ തദ്ഉ ലി ബിശഹാദ, ഞാൻ ഷഹീദാകാൻ ദുആ ചെയ്യണമെന്ന് പറയാൻ വേണ്ടിയാണ് വന്നത്. കാരണം എനിക്കറിയാം നിങ്ങൾ പ്രാർത്ഥിച്ചാൽ അല്ലാഹു സ്വീകരിക്കും. അങ്ങനെ ഞാൻ ഷഹീദായാൽ എനിക്ക് സ്വർഗത്ത് കടക്കാൻ പറ്റും, അതാണ് എൻ്റെ ലക്ഷ്യം. പക്ഷെ നിങ്ങൾ ദുആ ചെയ്തില്ല, നിങ്ങൾ പ്രാർത്ഥിച്ചത് ഞാൻ സുരക്ഷിതനാകാനാണ്, എനിക്ക് ഗനീമത്ത് സ്വത്ത് കിട്ടാനാണ്, അതൊക്കെ എനിക്ക് ലഭിച്ചു. പക്ഷെ എൻ്റെ ആഗ്രഹം എന്താ? സ്വർഗത്ത് പോകലാണ്. അതുകൊണ്ട് നബിയെ ഫഅമുർനി ബിഅമലിൻ, സ്വർഗം നേടിയെടുക്കുന്ന ഒരു അമൽ നിങ്ങൾ എനിക്ക് പറഞ്ഞു തന്നാലും.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് പറഞ്ഞു, അലൈക ബിസ്സൗം, നീ പകരം നോമ്പ് നോൽക്കണം. ഫഇന്നഹു ലാ മിത്ല ലഹു, അതിന് തുല്യമായി മറ്റൊന്നുമില്ല എന്നാണ്. നോക്കൂ, നിങ്ങൾ നോമ്പെന്ന് പറയുന്ന ഇബാദത്തിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ വേറൊരു ഹദീസും വേണ്ട. സ്വർഗം ആഗ്രഹിച്ചൊരു മനുഷ്യൻ അതിന് ഷഹീദാവുക എന്ന കഠിനമായ, ഏറ്റവും പ്രയാസമുള്ള, എന്നാൽ ഏറെ മഹത്വമുള്ള പുണ്യവും ചോദിച്ച് നബിയുടെ സമീപത്ത് ചെന്ന ആൾക്ക് നബി കൊടുക്കുന്ന ഉപദേശം എന്താ? നോമ്പ് പറ്റാൻ മതി എന്നാണ്. നോമ്പ് നോൽക്കുന്നതിലൂടെ സ്വർഗം നേടിയെടുക്കാൻ സാധിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ഹഫ്സ റളിയല്ലാഹു അൻഹയെ നമുക്കെല്ലാവർക്കും അറിയാം. ഹഫ്സ റളിയല്ലാഹു അൻഹ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയാണ്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന്റെ മകളാണ്. ഖുദാമ ഇബ്നു മദ്ഊൻ, ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുമ, അവരുടെ രണ്ടുപേരുടെയും സഹോദരിയുടെ മകളാണ് ആര്? സഹോദരിയുടെ മകളാണ് മഹദിയായ ഹഫ്സ റളിയല്ലാഹു അൻഹ. ഹദീസിൽ കാണാം, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തല്ലഖ ഹഫ്സ ബിൻത ഉമർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ഭാര്യയായ ഹഫ്സയെ ത്വലാഖ് ചൊല്ലി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ഭാര്യയായ ഹഫ്സയെ ത്വലാഖ് ചൊല്ലി, റളിയല്ലാഹു അൻഹുമ, അവരെ ത്വലാഖ് ചൊല്ലി. എത്ര വലിയ സ്ഥാനമാണ് നബിൻ്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ. ആ ഭാര്യ എന്ന് പറയുന്ന സ്ഥാനത്ത് നിന്ന് പുറത്താകാണ്. അവർ കരയാൻ തുടങ്ങി. ഉമർ റളിയല്ലാഹു അൻഹുവിന് സങ്കടമായി. അവരുടെ അമ്മാവന്മാരായ ഖുദാമ, അതേപോലെ തന്നെ ഉസ്മാൻ ഇബ്നു മദ്ഊൻ, ഇവരൊക്കെ സങ്കടപ്പെടുകയാണ്. എല്ലാവരും പ്രയാസത്തിലാണ്. ആ രംഗം ഇങ്ങനെ വിശദീകരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടേക്ക് ചിരിച്ചു കൊണ്ടുവന്നു എന്നാ. നബി ചിരിച്ചാണ്ട് വന്നു. അപ്പോൾ അവർ ചോദിച്ചു, നബി എന്താ നിങ്ങൾ ചിരിക്കുന്നത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ സമീപത്തേക്ക് ജിബ്രീൽ വന്നു. ഖാലലി ജിബ്രീൽ, ജിബ്രീൽ എന്നോട് പറഞ്ഞു, റാജിയ ഹഫ്സ, ഹഫ്സയെ മടക്കിയെടുക്കണം. ഹഫ്സനെ ത്വലാഖിയെല്ലാം പറ്റൂല, ഹഫ്സനെ മടക്കിയെടുക്കണം. എന്താ കാരണം എന്നറിയോ? ഫഇന്നഹാ സവ്വാമത്തുൻ ഖവ്വാമ, ഫഇന്നഹാ സവ്വാമത്തുൻ ഖവ്വാമ. അവരാരാണ്? അവർ നോമ്പ് നോൽക്കുന്ന ആളാണെന്ന്. അതേപോലെ തന്നെ രാത്രിയിൽ നമസ്കരിക്കുന്നയാളാണ്. വഇന്നഹാ സൗജതുക ഫിൽ ജന്ന, അവർ സ്വർഗ്ഗത്തിലും നിങ്ങളുടെ ഭാര്യയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ പറഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ മടക്കിയെടുത്തു. അള്ളാന്റെ റസൂല് ത്വലാഖ് ചെല്ലാൻ ആഗ്രഹിച്ച ആ ത്വലാഖ് ചെല്ലി എന്ന വാർത്ത മുഴുവനും അറിഞ്ഞു, മാലോകരറിഞ്ഞു. ആ സംഭവത്തിന്, പ്രവാചകന്റെ തീരുമാനത്തിനെതിരെ ആകാശലോകത്ത് നിന്ന് ഒരു വിശദീകരണം വരികയാണ്. ജിബ്രീൽ ഭൂമിയിലേക്ക് വരികയാണ്. നബിയെ ത്വലാഖെല്ലാം പറ്റൂല. കാരണം എന്താ? ആ മഹദി നോമ്പ് നോൽക്കുന്ന ആളാണ്. നോമ്പെന്ന് പറയുന്ന ഇബാദത്ത് നിർവഹിക്കുന്നയാളാണ്. അതതിൻ്റെ മഹത്വമാണ്, അതിൻ്റെ പ്രാധാന്യമാണ് എന്ത് ചെയ്യുന്നത്? നോമ്പിൻ്റെ മഹത്വവും പ്രാധാന്യമാണത് സൂചിപ്പിക്കുന്നത്. ഇത്രമാത്രം മഹത്വമുള്ള ഒരു നോമ്പിൻ്റെ കാലത്തേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഹദീത്തുകളൊക്കെ റമദാനിലെ നോമ്പൊന്നുമല്ല, റമദാൻ മാസത്തെ നോമ്പൊന്നല്ല. ഏതൊരു നോമ്പ് നോറ്റാലും ആ നോമ്പിനുള്ള മഹത്വമാണിത്. അബീ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മാ മിൻ അബ്ദിൻ യസൂമു യൗമൻ ഫീ സബീലില്ലാഹ് ഇല്ലാ ബഅദല്ലാഹു ബിദാലികൽ യൗമി വജഅഹു അനിന്നാരി 70 ഖരീഫ. എല്ലാവർക്കും അറിയുന്ന ഹദീസാണ്. ഒരു നോമ്പ് നോറ്റാൽ 70 വർഷത്തെ വഴി ദൂരം നരകത്ത് നകലെയായിരിക്കും. 70 വർഷം. അപ്പം ഇൻഷാ അല്ലാഹ് നമ്മൾ റബ്ബ് തൗഫീക്ക് നൽകിയാൽ റമദാനിലേക്ക് പ്രവേശിക്കും. 30 നോമ്പ് കിട്ടിയാൽ 30 × 70 2100 വർഷം യാത്ര ചെയ്യുന്ന അത്രയും ദൂരം മനുഷ്യൻ നരകത്ത് നകലെയാകുന്ന റമദാനിലെ മുഴുവൻ നോമ്പ് നോറ്റാൽ. അതിൽ തന്നെ പണ്ഡിതന്മാർ പറയുന്നത്, ഇത് യാത്രാ ദൂരമെന്ന് പറഞ്ഞാൽ ഒരു പക്ഷി, വേഗതയിൽ പറക്കുന്ന ഒരു പക്ഷി എവിടെയും വിശ്രമിക്കാതെ ഉറങ്ങാതെ ആ പക്ഷി പറക്കുകയാണെങ്കിൽ എത്ര ദൂരം പറക്കോ, 70 വർഷം എത്ര ദൂരം പറക്കോ അത്രയും ദൂരമാണ് നരകത്ത് നകലെയാകുക ഒരു പക്ഷം പണ്ഡിതന്മാരുടെ അഭിപ്രായം. സുബ്ഹാനല്ലാഹ്. അപ്പം അത്ര വലിയ മഹത്വമുള്ള സ്ഥാനമുള്ള നോമ്പിൻ്റെ മാസത്തിലേക്കാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ പ്രവേശിക്കുന്നത്. ആ മഹത്വം ഉൾക്കൊണ്ട് അതറിഞ്ഞ് മനസ്സിലാക്കി വേണം റമദാനിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ. അപ്പോൾ റമദാനിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ആ റമദാനിനെ എങ്ങനെ നമുക്ക് ഫലപ്രദമായി കൊണ്ട് ഉപയോഗിക്കാൻ പറ്റും? റമദാനിനെ എങ്ങനെ നമുക്ക് ഫലപ്രദമായി ഉപയോഗിക്കാൻ പറ്റും? ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാൻ സമാഗതമാകുമ്പോൾ സ്വഹാബികളോട് പറഞ്ഞ വാചകം എന്താ? ഇതാ നിങ്ങളിലേക്കൊരു മാസം സമാഗതമായിരിക്കുന്നു. ആ മാസത്തിന്റെ പ്രത്യേകത എന്താ? അതാകും റമദാനു ഷഹ്റുൻ മുബാറക്. ഈ മാസം മുബാറക്കായ, ബറക്കത്താക്കപ്പെട്ട മാസം എന്നാ. എന്താണ് ഈ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ? ബറക്കത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും
കുറേ കുട്ടികളുണ്ടാകൽ ബർക്കത്താണ്, സമ്പത്ത് ഉണ്ടാകൽ ബർക്കത്താണ്, നല്ല ഇതൊക്കെ ബർക്കത്ത് തന്നെയാണ്, സംശയമൊന്നുമില്ല. പക്ഷെ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? നന്മയിലുള്ള വർധനവും ആ നന്മയിലുള്ള സ്ഥിരതയുമാണ് ബർക്കത്ത്. അതാ പണ്ഡിതന്മാർ പറഞ്ഞത്. വൽ ബറക്കത്തു ഹിയ അന്നമാഉ വസിയാദതു വസുബൂത്തുൽ ഖൈർ. അങ്ങനെയാണ് പണ്ഡിതന്മാർ ഇതിനെ നിർവചിച്ചത്. നന്മയിൽ വർധനവുണ്ടാകുക, എന്നിട്ട് ആ നന്മയിൽ സ്ഥിരത ഉണ്ടാകുക. പ്രിയപ്പെട്ടവർ, റമദാനിൽ ഇത് നടക്കുന്നുണ്ട്. നമ്മൾ റമദാനിൽ 11 മാസക്കാലം ജീവിക്കണ പോലെ നന്മകൾ കുറേ ചെയ്യാണ്, വർധനവുണ്ട്. ആ നന്മകൾ പരമാവധി നമ്മളിത് സ്ഥിരത കൈവരുത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നമ്മളെ പ്രശ്നം എന്താ? റമദാൻ കഴിഞ്ഞാൽ അതോടുകൂടെ എന്ത് ചെയ്യും? ആ നന്മകൾ അവസാനിക്കും എന്നുള്ളതാണ്. അപ്പൊ റമദാൻ അനുഗ്രഹീതമായ മാസമാണ്, നന്മയിൽ വർധനവ് ലഭിക്കുന്ന മാസമാണ്. ആ നന്മയിൽ വർധനവ് ലഭിക്കുന്ന മാസത്തിൽ നമുക്ക് ലഭിച്ച നിഅമത്തുകൾ ഏറെയാണ്. ഇപ്പം ബദർ യുദ്ധം ഉണ്ടായതെന്ന റമദാനിലാണ്, മക്ക വിജയിച്ചെന്ന റമദാനിലാണ്, ഉഹുദ് യുദ്ധത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൈന്യത്തെ നിയോഗിച്ചെന്ന റമദാനിലാണ്, സഖീഫ് ഗോത്രം ഒന്നടങ്കം ഇസ്ലാം സ്വീകരിച്ചെന്ന റമദാനിലാണ്, ഹുനൈൻ യുദ്ധത്തിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ നീക്കം നടത്തിയത് റമദാനിലാണ്. റമദാനിലുണ്ടായ ചരിത്രങ്ങൾ എണ്ണുകയാണെങ്കിൽ ഒരുപാടുണ്ട്. അഥവാ മുസ്ലിങ്ങളായ ആളുകൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ച മാസമാണ് ഏത് മാസം? റമദാൻ മാസം. മനസ്സിലായില്ല? അത്രമാത്രം പ്രാധാന്യം റമദാൻ മാസത്തിനുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആ മാസത്തെ നമ്മൾ യാത്ര അയക്കുമ്പോൾ ഫലപ്രദമായി ഉപയോഗിച്ചുകൊണ്ട് വേണം യാത്ര അയക്കാൻ. അപ്പം ഞാൻ ഈ പറഞ്ഞൊരു ആമുഖം അത് സാധാരണ നമ്മളൊക്കെ കേൾക്കുന്ന ആമുഖമാണ്. പക്ഷേ ഇനി ഞാൻ പറയാൻ പോണ കാര്യം കുറച്ച് നമ്മൾ ഓരോരുത്തരും ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. ഞാൻ എന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പറയണത്. റമദാനിനെ ഫലപ്രദമാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, പ്രിയപ്പെട്ടവരെ, റമദാനെ കുറിച്ച് സാധാരണ നമ്മൾ പറയാം, റമദാൻ എന്ന് പറഞ്ഞാൽ ഖുർആൻ്റെ മാസമാണെന്ന് പറയും. ഖുർആൻ്റെ മാസമാണ് എല്ലാവരും പറയും. നമ്മൾ എന്താണ് ഈ ഖുർആൻ്റെ മാസമായ റമദാനിൽ നമ്മൾ എന്താ ചെയ്യാറുള്ളത്? എനിക്ക് ഉറപ്പുണ്ട് എല്ലാവരും ഖുർആൻ ഓതുന്നു. പറയണ ഞാനും കേൾക്കണം, നിങ്ങളൊക്കെ ഖുർആൻ ഓതും. എന്നാൽ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് ഈ റമദാനിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട 5 കാര്യങ്ങളുണ്ട്. അതിലൊന്ന് മുറാജഅത്തുൽ ഖുർആൻ, 2 ഇൽമുത്ത് തജ്വീദ്, 3 തദബ്ബുറുൽ ഖുർആൻ, 4 ഹിഫ്ളുൽ ഖുർആൻ, 5 തിലാവത്തുൽ ഖുർആൻ. 5ാമത്തത് തിലാവത്തുൽ ഖുർആൻ. സാധാരണ നമ്മൾ ചെയ്യുന്നതിന് ഞാൻ അവസാനത്തേക്ക് കൊണ്ടുവന്നതാണ് ഖിറാഅത്തുൽ ഖുർആൻ അല്ലെങ്കിൽ തിലാവത്തുൽ ഖുർആൻ, അത് അവസാനമാണ്. അത് നമ്മൾ ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ അതിന് മുമ്പ് ഞാൻ 4 എണ്ണിയിട്ടുണ്ട്. ഒന്നെന്താ? മുറാജഅത്തുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിൽ നിന്ന് ധാരാളം ഹിഫ്ളാക്കിയ ആൾക്കാർ നമ്മളെ കൂട്ടത്തിലുണ്ടാവും. അപ്പം അത് മുറാജ നടത്തണം. ഞാൻ പറയാം, വിശദീകരിക്കാം. അതിലൊന്ന് നമ്മൾ ചെയ്യണ എന്താ? ഖുർആൻ ഓതുകയാണ്. നമ്മൾ ഖുർആൻ പാരായണം, അതിന് വലിയ പ്രതിഫലമുണ്ട്. ഈ ഇരിക്കുന്ന എല്ലാവരും കഴിഞ്ഞ റമദാനിൽ ഒരു തവണയെങ്കിലും ഖുർആൻ ഓതിയിട്ടുണ്ടാവും, ഉറപ്പാണ്. പക്ഷെ സഹോദരങ്ങളെ, ഓരോ റമദാനിൽ ഒന്നിലധികം ഖുർആൻ ഓതിയ ആൾക്കാർ നമ്മുടെ കൂട്ടത്തിൽ എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ വളരെ കുറവായിരിക്കും. ഞാൻ ഇന്നൊരു ക്ലാസ് എടുക്കുന്ന സ്ഥലത്ത് ക്ലാസ്സിന് ശേഷം ഒരാൾ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ ഇസ്ലാം സ്വീകരിച്ച ഒരാളാണ്, ഞാൻ എൻ്റെ ലൈഫിൽ 5 തവണ ഖുർആൻ അർത്ഥസഹിതം പൂർണ്ണമായി വായിച്ചു തീർത്തിട്ടുണ്ട്. സത്യത്തിൽ അദ്ദേഹത്തെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് ചുംബിക്കാനാണ് തോന്നിയത്. ഞാൻ ഈ വാചകം പറഞ്ഞ എന്തിനറിയാം? മുസ്ലിങ്ങളായ നമ്മളിൽ ആരൊക്കെ ഖുർആൻ്റെ പരിഭാഷ വായിച്ചു തീർത്തിട്ടുണ്ട്? നമ്മളൊക്കെ ഉമ്മയും ബാപ്പയും മുസ്ലിമായി ജനിച്ചു വീണ ആൾക്കാരാ മഹാഭൂരിപക്ഷം. പക്ഷെ ഒരു തവണ പോലും ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ വായിച്ചു തീർക്കാൻ നമുക്ക് സമയം കിട്ടിയിട്ടില്ല. നമുക്ക് തിരക്കാണ്. നമ്മൾ എന്തിനാ സമയം കണ്ടെത്തുന്നത്? ഖുർആൻ പാരായണത്തിനാണ്. ആ പാരായണം തന്നെ എത്രയുള്ളത്? ഒരു തവണയാണ്. അത് റമദാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, യഖറഇൽ ഖുർആന ഫി കുല്ലി ശഹ്റിൻ. ഖുർആൻ പൂർണ്ണമായി എല്ലാ മാസത്തും ഓതണം. എല്ലാ മാസത്തിലും, റമദാനിലല്ല, എല്ലാ മാസത്തിലും ഖുർആൻ ഓതുക എന്നുള്ളത് എന്താ? പ്രത്യേകം സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ റമദാനിൽ ഉണ്ടാകേണ്ട ഒരു മാറ്റം എന്താ അറിയോ? നമ്മൾ ഒരു തവണ എന്നുള്ളതിൽ നിന്ന് ഒരു വർധനവ് ഉണ്ടാക്കണം. ഈ റമദാനിൽ നമ്മൾ റമദാനിലേക്ക് പ്രവേശിച്ചിട്ടില്ല, അള്ളാഹു തൗഫീക്ക് നൽകിയാൽ റമദാൻ നമുക്ക് ലഭിക്കും. അപ്പം എന്ത് ചെയ്യണം? ഒന്നിലധികം തവണ ഞാൻ ഖുർആൻ ഓതുമെന്ന തീരുമാനം എടുക്കാം ആദ്യം. എങ്ങനെ? നമ്മൾ പുതപ്പൊരു നിസ്കാരത്തിൻ്റെ മുമ്പോ ശേഷോ 2 പേജ് ഓതിയാൽ ഒരു ജുസ് എന്ത് ചെയ്യുക? ഒരു ദിവസം ഓതാ. ആ 2 4 2 ജുസ് 2 തവണ ഓതാ. ഖുർആൻ 2 തവണ പൂർത്തിയായിട്ട് ഓതാ. നമ്മളൊരു പദ്ധതിന് 6 പേജുകൾ ഒരു നമസ്കാരത്തിൻ്റെ മുമ്പും ശേഷവും ഓതിയാൽ 3 തവണ ഖുർആൻ പൂർത്തിയാക്കാൻ പറ്റും. അത് 8 ആയാൽ 4 തവണ പൂർത്തിയാക്കാൻ പറ്റും. 10 ആയാലോ 5 തവണ പൂർത്തിയാക്കാൻ പറ്റും. ഇതൊന്നും പ്രായോഗികമല്ലാത്ത കാര്യമല്ല. നമ്മൾ വിചാരിച്ചാൽ ഇതൊക്കെ നടക്കും. ഞാനതിന് ചില ഉദാഹരണങ്ങൾ ഞാൻ നിങ്ങളെ പറഞ്ഞു കേൾപ്പിക്കാം. മഹാനായ ഇബ്നു റജബ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്നുണ്ട്, അവരുടെ ഇടയിലുള്ള ചർച്ച എന്താ അറിയോ? ഖുർആൻ എത്ര സമയം കൊണ്ട് ഏറ്റവും ചുരുങ്ങിയത് ഓതി തീർക്കാം. നബി പറഞ്ഞിട്ടുണ്ട് 3 ദിവസമാണ് ഖുർആൻ ഓതി തീർക്കാനുള്ള ചുരുങ്ങിയ സമയം. 3 ദിവസത്തിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യാൻ പാടില്ല?
ഒരാൾ ഖുർആൻ ഓതി തീർക്കാൻ പാടില്ല. എന്നാൽ ഇബ്നു റജബ് റഹ്മത്തുള്ളാഹി അലൈഹി അടക്കമുള്ള പല പണ്ഡിതന്മാർ പറഞ്ഞു, വളരെ അനിവാര്യമായ സാഹചര്യമാണെങ്കിൽ എന്ത് ചെയ്യുക, 3 ദിവസത്തിനുള്ളിലും തീർക്കാം. ഏതുപോലെ, ഒരാൾ ഹറമിൽ ചെന്നു, അയാൾക്ക് 2 ദിവസമുള്ളൂ അവിടെ. അപ്പം അയാളുടെ മനസ്സിലൊരു ആഗ്രഹം, 2 ദിവസം കൊണ്ട് എന്ത് ചെയ്യണം, ഖുർആൻ ഓതി തീർക്കണം. ഹറമിൽ എനിക്ക് ഖുർആൻ ഓതണം. അയാൾക്ക് 3 ദിവസമല്ല, 2 ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ അയാൾക്കത് അനുവദനീയാണെന്നാ. നോക്കി നിങ്ങൾ, 3 ദിവസത്തിൻ്റെ ഉള്ളിൽ ഓതി തീർക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളതാണ് അവരുടെ ചർച്ച. നമ്മളോ 30 ദിവസം തന്നെ ഞെരുങ്ങി മൂളിയാണ് നമ്മൾ ഒരു തവണ ഓതി തീർക്കുന്നത്. ഇതാണ് നമ്മൾ അവരും തമ്മിലോട്. ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല, നമ്മൾ ആലോചിക്കാൻ വേണ്ടി പറയുന്ന വാചകമാണ്. ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മഹാപണ്ഡിതനാണ് മഹാനായ സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ലാ. മദീനയിലെ പണ്ഡിതനാണ്, എല്ലാവർക്കും അറിയാം. അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, ഈ മുൻഗാമികളായ ആളുകൾ, സലഫുകളൊക്കെ എങ്ങനെയാണ് ഒരു ദിവസം തന്നെ ഖുർആനിൽ നിന്ന് 8 ജുസും 9 ജുസും ഒക്കെ ഓതിയത്. അവരങ്ങനെ ഓതി എന്ന് പറയുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നിയിരുന്നു. ഷെയ്ഖ് പറയാം, എനിക്ക് അത്ഭുതം തോന്നിയിരുന്നു. പക്ഷെ എൻ്റെ അത്ഭുതമൊക്കെ പോയി, അത്ഭുതം മാറി. എപ്പെന്നറിയോ, സോഷ്യൽ മീഡിയ വന്നപ്പോൾ എനിക്ക് എൻ്റെ അത്ഭുതം നീങ്ങിപ്പോയി. എന്നാൽ അദ്ദേഹം വിശദീകരിച്ചത്, ഒരു മനുഷ്യനൊരു കാര്യത്തോട് ഇഷ്ടമുണ്ടെങ്കിൽ എത്ര സമയവും അതിൻ്റെ കൂടെ ചെലവഴിക്കാൻ മനുഷ്യന് കഴിയുമെന്ന് സോഷ്യൽ മീഡിയ തെളിയിച്ചു. ആ മുൻഗാമികൾക്ക് ഖുർആൻ ഇഷ്ടമായിരുന്നു, അതുകൊണ്ട് അവർ ഖുർആൻ്റെ കൂടെ ചെലവഴിച്ചു. നമുക്കെന്താ ഇഷ്ടം, അത് നമ്മൾ നോക്കിയാൽ മതി. ഇപ്പം നമ്മുടെ സ്ക്രീൻ ടൈം, നമ്മൾ ഒരു ദിവസം ഉപയോഗിക്കുന്ന ഫോണിലെ സ്ക്രീൻ ടൈമിൻ്റെ 10% സമയം ഖുർആൻ ഓതാൻ വേണ്ടി മാറ്റി വെച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? എല്ലാ മാസവും ഖുർആൻ പൂർണ്ണമായിട്ട് ഓതി തീർക്കാൻ പറ്റും. നമ്മൾ മൊബൈൽ ഉപയോഗിക്കുന്ന 10% സമയം മാറ്റി വെച്ചാൽ മതി. അപ്പം ഞാൻ പറയുന്നത്, വരാൻ പോകുന്ന റമദാനിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം എന്ന് വെച്ചാൽ, ഒരു തവണ ഖുർആൻ ഓതുക എന്നല്ല, അതെല്ലാം റമദാനിൽ നടക്കുന്നതാണ്. ഒരു 2 തവണ അല്ലെങ്കിൽ 3 തവണയൊക്കെ ഖുർആൻ ഓതുക എന്ന ഒരു ലക്ഷ്യം വെച്ചിട്ട് എന്ത് ചെയ്യണം, റമദാനിലേക്ക് നമ്മൾ പ്രവേശിക്കണം. സുഫിയാനു സൗരിയുടെ, മഹാപണ്ഡിതനായ സുഫിയാനു സൗരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചരിത്രം വായിച്ചു. അദ്ദേഹം റമദാനായാൽ ബാക്കിയുള്ള ഇബാദത്തുകൾ ഒഴിവാക്കുന്നതാണ്. എങ്ങനെയുള്ള, ഇപ്പോൾ രോഗിനെ സന്ദർശിക്കുക വലിയ ഇബാദത്താണ്, നല്ല ഇബാദത്താണ്. അങ്ങനെയുള്ള ഇബാദത്തുകളൊക്കെ അദ്ദേഹം മാറ്റിവെക്കുന്നതാണ്. എന്തിനു വേണ്ടി അറിയോ? ഖുർആൻ ഓതാൻ വേണ്ടിയിട്ട്. കാരണം ഖുർആൻ പാരായണത്തിന് റമദാനിൽ അത്ര പ്രാധാന്യം ഉണ്ടായത് കൊണ്ടാണത്. രോഗിനെ സന്ദർശിക്കൽ കൂലിയിട്ട പ്രശ്നം ഉണ്ടായിട്ടല്ല, അത് കൂലിയിട്ട കാര്യമാണ്, പുണ്യമാണ്. പക്ഷെ അതിനേക്കാൾ അദ്ദേഹം എന്തിന് പ്രാധാന്യം കൊടുത്തു? റമദാനിൽ പ്രാധാന്യം കൊടുത്തത് അദ്ദേഹം ഖുർആൻ ഓതാനാണ്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി മദീനയിലെ മഹാപണ്ഡിതനാണ്. അദ്ദേഹം റമദാൻ വന്ന ദർസൊക്കെ നിർത്തും, ദർസ് ഉണ്ടാവില്ല. എന്നിട്ട് അദ്ദേഹം ഖുർആൻ ഓതുന്നാവും. ആ സമയം കൂടെ ഖുർആൻ ഓതാൻ വേണ്ടി അദ്ദേഹം മാറ്റിവെക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ വിഷയത്തിൽ ഒന്ന് പരിശ്രമിച്ചിറങ്ങി റമദാനെ സ്വീകരിക്കുക. അതോടൊപ്പം തന്നെ ഖുർആനിൻ്റെ ആശയം പഠിക്കുന്ന സ്വഭാവം കൂടെ റമദാനിൽ ഉണ്ടാക്കണം. ഇപ്പം ഇതൊരു പുതിയ പള്ളിയാണ്, ഇതിൻ്റെ സമീപത്തൊക്കെ കുറേ പള്ളികളുണ്ട്. നമുക്കറിയാവുന്ന നമ്മുടെ ആളുകൾ നേതൃത്വം നൽകുന്ന ഒരുപാട് പള്ളികൾ, എല്ലായിടത്തും QHLS ക്ലാസ് ഉണ്ടാകും. ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ നിന്ന് എന്തുണ്ട്, QHLS ക്ലാസ് നടക്കാറുണ്ട്. അപ്പം ഞാൻ ഈ അടുത്ത് ക്ലാസ്സിന് പോയ എല്ലാ സ്ഥലത്തും ഞാനൊരു ചോദ്യം ചോദിച്ചിരുന്നു, റമദാനിൽ നിങ്ങളുടെ പള്ളിയിൽ QHLS ഉണ്ടോയെന്ന്. അപ്പോൾ ഈ പള്ളിയിലല്ലാത്ത ആൾക്കാർ ഇവിടെ ഉണ്ട്, എനിക്കറിയാം. നിങ്ങൾ ആലോചിച്ച്, നിങ്ങളെ പള്ളിയിൽ QHLS ഉണ്ടോ? ഉണ്ടാവില്ല. റമദാൻ വന്നാൽ നമ്മളെ പണി എന്താ? നമ്മൾ QHLS ഒഴിവാക്കും, ഖുർആൻ ഹദീത്ത് ലേണിംഗ് ക്ലാസ് ഒഴിവാക്കും. കാരണം എന്താ? അത് രാത്രിയല്ലേ, പ്രയാസമല്ലേ. മഗ്‌രിബിന് ശേഷമല്ലേ ക്ലാസ് എടുക്കൽ, ആ സമയത്ത് നോമ്പ് തുറക്കണം, പിന്നെ എന്ത് ചെയ്യണം? നിസ്കരിക്കണം, തറാവിയൊക്കെ അല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ ഒഴിവാക്കും. പ്രിയപ്പെട്ടവരെ, ഖുർആനിൻ്റെ ആശയം പഠിക്കുന്ന സദസ്സ് നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. വിജ്ഞാന വേദികൾ ഒഴിവാക്കിയാലും ശരി, എന്തൊഴിവാക്കരുത്. ഇപ്പം നമ്മളൊക്കെ പള്ളിയിൽ 30 ദിവസം ക്ലാസ് ഉണ്ടാവും ചില പള്ളികളിലൊക്കെ. അവിടുന്ന് എന്തില്ല, ഖുർആൻ ക്ലാസ് ഇല്ല. ഞാൻ പറയുന്നത്, അതിലെ ഒരു സമയം, ഒരു ആഴ്ചയിൽ ഒരു ദിവസം നടക്കുന്ന ഖുർആൻ ക്ലാസ് റമദാൻ വരുമ്പോൾ മുടക്കണ അവസ്ഥ ഉണ്ടാകരുത്. കാരണം നമ്മളാക്കുന്നത് ഖുർആന്റെ പഠനമാണ്, അതിൻ്റെ ആശയ പഠനമാണ്. ഒരു കവി പറയുന്നുണ്ട്, മനുഷ്യന്റെ മനസ്സിന് ബാധിച്ച രോഗങ്ങൾ മാറാനുള്ള മരുന്ന് 5 എണ്ണാണ്. അതിലൊന്നെന്താ? ഫതിലാവത്തുൻ ബിതദബ്ബുരിൽ മഅന, ഖുർആന്റെ പാരായണമാണ്. എങ്ങനെ പാരായണം ചെയ്യണം? ആശയം മനസ്സിലാക്കിയിട്ട് പാരായണം ചെയ്യണം. ആശയം പഠിച്ചാൽ നമ്മൾ നന്നാകുക. അപ്പം ആ വാതിൽ നമ്മൾ അടക്കാൻ പാടില്ല. റമദാൻ വരുമ്പോൾ എന്ത് ചെയ്യണം? ഖുർആനിൻ്റെ ആശയം പഠിക്കാൻ നമ്മൾ തീരുമാനിക്കണം. ഒരിക്കൽ പരിശുദ്ധ ഹറമിലെ ഇമാമ് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി വന്നു. ഞാൻ സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി, ഞങ്ങൾ 20 ആൾക്കാരുള്ളൂ, 20 പ്രബോധകന്മാരുള്ള ഒരു സദസ്സിലേക്ക് അദ്ദേഹം വന്നു. അദ്ദേഹം ഹംദു സലാത്തൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളോട് പറഞ്ഞു, മുന്നിലിരിക്കുന്നൊക്കെ പ്രബോധകന്മാരാണ്, മദീനയിൽ പഠിച്ച, അതേപോലെ തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള പണ്ഡിതന്മാർ, ചൈനയിലുള്ള ആൾക്കാരുണ്ട്, അഫ്ഗാനിസ്ഥാനിലുള്ള, റഷ്യയിലുള്ള, കെനിയക്കാരായ, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അപ്പം അദ്ദേഹം ഞങ്ങളോട് പറയുന്നത്, പ്രബോധകന്മാർ സത്യസന്ധന്മാരാകണം എന്നാണ്. പ്രബോധകന്മാർ സത്യസന്ധന്മാരാകണം.
എന്നിട്ട് അദ്ദേഹം ദലീൽ ഉദ്ധരിച്ചു, തെളിവ് ഉദ്ധരിച്ചു. എന്താ തെളിവ് അറിയോ? അബസ വതവല്ല അൻ ജാഅഹുൽ അഅമ വമാ യുദ്രീക ലഅല്ലഹു യസ്സക്ക. എവിടെ അതിൽ സത്യസന്ധത എന്നുള്ള വാക്ക് എവിടെയുള്ളത്? പ്രബോധകൻ സത്യസന്ധനാകണമെന്ന് ആ ആയത്ത് നേരിട്ട് വായിച്ചാൽ എവിടെ നമുക്ക് കിട്ടുക? നമുക്ക് കിട്ടൂല. പക്ഷെ ആശയം പഠിക്കുമ്പോൾ നമുക്ക് കിട്ടും. അതിന് ആശയം പഠിക്കണത് എന്താ? ആശയം എന്താ? അബ്ദുല്ലാഹിബിൻ ഉമ്മു മക്തൂം പള്ളിയിലേക്ക് വന്നു. അതന്നെ വലിയ ചരിത്ര. ചില ആൾക്കാർ പറയും കളിയാക്കാൻ പാടില്ലല്ലോ, കണ്ണൊട്ടെന്ന് വിളിക്കാൻ പാടുണ്ടോ? എന്നിട്ട് അള്ളാഹു തന്നെ എന്ത് വിളിച്ചു? ആ അമ എന്ന് വിളിച്ചു. അത് പരിഹസിക്കലല്ലേന്നാ. അത് ആശയം പഠിച്ചാൽ തീരും. കാരണം എന്താ? അബ്ദുല്ലാഹിബിൻ ഉമ്മു മക്തൂം നബിന്റെ മുമ്പിലേക്ക് വന്നു എന്ന് പറഞ്ഞ ആ സൂറത്തിന് ഒരു പ്രസക്തി ഇല്ല, ഒരു പ്രസക്തി ഉണ്ടാവില്ല. എന്തുകൊണ്ടാ? അബ്ദുല്ലാഹിബിൻ ഉമ്മു മക്തൂം ആരാ? അന്ധനാണ്. അന്ധനായ അബ്ദുല്ലാഹിബിൻ ഉമ്മു മക്തൂം അവിടെ വരുമ്പോൾ അദ്ദേഹം കണ്ട കാഴ്ച എന്താ? നബിയും പിന്നെ മക്കയിലെ മുശ്രിക്കുകൾ അവരിങ്ങനെ സംസാരിക്കുകയാണ്. അവര് സംസാരിക്കുന്നതിന്റെ ഇടയിലേക്ക് ആര് കയറി വന്നു? അബ്ദുല്ലാഹിബിൻ ഉമ്മു മക്തൂം കയറി വന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്ത് തെറ്റാന്ന് പറയും ആൾക്കാർ. കാരണം അദ്ദേഹം കണ്ണുവട്ടനല്ല. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞെന്താ? അന്ധനായ ആള് വന്നപ്പോ നബി മുഖം തിരിച്ചു. നബി മുഖം തിരിച്ചത് ആര് കണ്ടിട്ടില്ല? അബ്ദുല്ലാഹിബിൻ ഉമ്മു മക്തൂം കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. നബിക്ക് വേണമെങ്കിൽ ആ ആയത്ത് മറച്ചു വെക്കാം. നബി മറച്ചു വെച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ആ ആയത്ത് ജനങ്ങളെ പഠിപ്പിച്ചു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന പ്രബോധകൻ സത്യസന്ധനായിരുന്നു എന്നാണ്. അതുകൊണ്ടാണ് നബി അത് പറഞ്ഞത്, അതുകൊണ്ടാണ് നബി അത് പഠിപ്പിച്ചത്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത്, ആശയം പഠിക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ഖുർആനിൻ്റെ ആളുകളാകാൻ വേണ്ടി നമുക്ക് സാധിക്കുക. അതിനുള്ള ഏറ്റവും നല്ല വഴി എന്താ? ഒന്ന്, പറപ്പൂരിസ്ഥാൻ്റെ പരിഭാഷ വായിക്കുക. പറപ്പൂരിസ്ഥാൻ്റെ പരിഭാഷ നമ്മൾ വായിക്കുക. ഇപ്പം നമ്മളൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ കൂട്ടായ്മയിൽപ്പെട്ട ആൾക്കാരൊക്കെ പറയും ഭയങ്കര ഫഹ്റാണ്, നമുക്ക് അഹങ്കാരമാണ് അല്ലെ? പറപ്പൂരിസ്ഥാദ് നമ്മളെ കൂടെ നമ്മുടെ നേതൃത്വം നൽകുന്ന ആളാന്നൊക്കെ പറഞ്ഞ് നമ്മൾ അഹങ്കരിക്കുന്ന ആൾക്കാരാണ്. അഹങ്കരിക്കാൻ നമുക്ക് അവകാശമുണ്ടെന്ന് ഞാൻ പറയുന്നത്. കാരണം എന്താ? വിശുദ്ധ ഖുർആന്റെ പരിഭാഷ ലോകത്തുള്ള എല്ലാ പ്രദേശങ്ങളിലേക്കും ഖുർആനിന്റെ പരിഭാഷ പ്രിന്റ് ചെയ്ത് പുറത്തിറക്കുന്ന മദീനയിലെ ആ ഖുർആൻ പ്രിന്റിംഗ് പ്രസ്സിൽ നിന്ന് പുറത്തിറക്കുന്ന മലയാള പരിഭാഷപ്പെടുത്തിയ ഒരാളാരാ? നമ്മുടെ ഉസ്താദാണ്. നമുക്ക് അഭിമാനിക്കാൻ വാഗണ്ട്, ചെറിയ കാര്യമൊന്നല്ല. പക്ഷെ ഞാൻ പറയുന്നത്, അങ്ങനെ അഭിമാനം പറയുന്ന നമ്മളിൽ ആരൊക്കെ ഒരു വട്ടെങ്കിലും അത് വായിച്ചു തീർത്തു? ഇല്ലേ? പറപ്പൂരിസ്ഥായി നമ്മളാളാണ്, ഞങ്ങൾ ഉസ്താദാണ് എന്ന് അഭിമാനം പറയുന്ന നമ്മളിൽ ആരത് ഒരു തവണ വായിച്ചു തീർത്തു? അത് നമ്മളോട് ചോദിക്കേണ്ട ചോദ്യം. അതിപ്പോൾ പറപ്പൂരിസ്ഥാൻ്റെ പരിഭാഷൻ്റെ അവസ്ഥയാണ്. അപ്പം അമാനിമോലിൻ്റെ അവസ്ഥ എന്തേക്കാരം? അമാനിമോലിൻ്റെ പരിഭാഷ ഒരു തവണ ആദ്യം മുതൽ അവസാനം വരെ വായിച്ചു തീർത്തവരുണ്ടാവും നമ്മളെ കൂട്ടത്തിൽ? ഉണ്ടാവണം. വായിക്കാൻ നമ്മൾ വിചാരിച്ചാൽ നടക്കും എന്നുള്ളതാണ്. വിചാരിച്ചാൽ നടക്കും. കോഴിക്കോട് ജില്ലയിൽ എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, റമദാൻ്റെ തൊട്ടും എന്നോട് പറഞ്ഞു, റമദാനിൽ എന്നെ ഫോൺ വിളിക്കരുത്, റമദാനിൽ വിളിക്കണ്ട. അപ്പം ഞാൻ ചോദിച്ചു, വിളിക്കാതിരിക്കാൻ മാത്രമുള്ള തിരക്കെന്താ? അപ്പം അദ്ദേഹം പറഞ്ഞു, എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഉമ്മാനെ അല്ലെങ്കിൽ ഭാര്യനെയൊക്കെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. റമദാൻ ഒന്നായപ്പോൾ അദ്ദേഹം ഫോണൊക്കെ ഓഫാക്കി അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അടുത്ത പള്ളിക്കട് കയറി ഷവ്വാലിൻ്റെ പിറ കണ്ടിട്ട് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ അദ്ദേഹം അമാനി മൗലവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പരിഭാഷ 4 വാള്യം, അന്ന് 4 വാള്യങ്ങൾ, അത് പൂർണ്ണമായി വായിച്ചു തീർത്തിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത്. അദ്ദേഹം തന്നെ ജോലിയോട് മാറ്റി വെച്ചു വായിച്ചു തീർക്കാൻ വേണ്ടിയിട്ട്. 1 മാസം കൊണ്ടാണ്. അപ്പം നമുക്ക് ജോലി മാറ്റി വെക്കാൻ പറ്റില്ല. നമ്മൾ തിരക്കുള്ള ആൾക്കാരേക്കാളും നമ്മൾ സമയം കണ്ടെത്തണം. അബ്ദുൽ ജബ്ബാർ മദീനി ഹഫിളഹുല്ലാഹ് ഉസ്താദിന്റെ അസ്മാഉൽ ഹുസ്ന എന്ന് പറയുന്ന പ്രസംഗം, അത് 100-ലധികം ഭാഗങ്ങൾ, 140-ന്റെ അടുത്ത് ഭാഗമുണ്ട്. അതേപോലെ തന്നെ കിതാബ് തൗഹീദ്, അങ്ങനെയുള്ള ദർസുകൾ കുറേ ഭാഗമുണ്ട്. ഒരാളെങ്ങനെ കേട്ടെന്നറിയങ്ങൾ, ഒരു മനുഷ്യൻ ആ ക്ലാസ് കേൾക്കാൻ വേണ്ടി അയാൾ എന്ത് ചെയ്യുന്നറിയോ? ജോലി കഴിഞ്ഞാൽ അദ്ദേഹം വീട്ടിലേക്ക് ജസ്റ്റ് പോകുക, അല്ലെങ്കിൽ പോകുന്നതിന് മുമ്പ് തന്നെ ഒരു 3/4 മണിക്കൂർ സമയം അദ്ദേഹം ഡ്രൈവ് ചെയ്യും. അദ്ദേഹം ഒരു പ്രദേശത്തേക്ക് പോകും. അങ്ങനെ പോയിട്ട് അദ്ദേഹം തിരിച്ചു വരും. ഒരു യാത്ര നടത്ത വൈകുന്നേരം വീട്ടിൽ കയറുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ വീട്ടിൽ കയറി ഫ്രഷ് ആയതിനു ശേഷം എല്ലാ ദിവസവും അദ്ദേഹം യാത്ര നടത്തും. കാരണം പെട്രോളിന് സൗദി അറേബ്യയിൽ വില കുറവാണ്. എന്നിട്ട് യാത്ര നടത്തി, ആരും ഉണ്ടാവില്ല വണ്ടിയിൽ, ശാന്തമായിട്ടിരുന്ന പ്രസംഗം കേൾക്കും, അദ്ദേഹം പോരും. ഞാൻ പറയുന്നത്, നമ്മളൊക്കെ വിചാരിച്ചാൽ നമുക്കൊക്കെ പലതും ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ ആലോചിച്ച്, നമ്മൾ ചിന്തിച്ചാൽ പല പദ്ധതികളും പല നന്മകളും നേടിയെടുക്കാൻ എന്ത് ചെയ്യും? നമുക്ക് അവസരമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഖുർആനിൻ്റെ പാരായണം, അതേപോലെ തന്നെ അത് തദബ്ബുറാക്കുന്ന, പഠിക്കുന്ന വിഷയം. 3ാമത്തെ കാര്യം അതിലെ തജ്വീദാണ്. ഇപ്പം നമ്മളോട് ചോദിക്കുക, എത്ര തജ്വീദിൻ്റെ നിയമം നമുക്കറിയാം? നബി പറഞ്ഞു, നിങ്ങൾ ഖുർആൻ ഏറ്റവും നന്നായി ഓതണം, നന്നായി പാരായണം ചെയ്യണം. ഇപ്പം നമ്മുടെ ഇമാം മാഷാ അല്ലാഹ് വളരെ സുന്ദരമായിട്ട് അദ്ദേഹം ഓതുന്നത് അല്ലേ? ഒരുപാട് സ്ഥലത്തെ പള്ളികളിൽ ഇപ്പോൾ നമുക്കൊക്കെ സന്തോഷം തോന്നും. ചില പള്ളികൾ പ്രത്യേകിച്ച് വളരെ ഭംഗിയുള്ള ഖിറാഅത്താണ്. എന്തൊരു ആനന്ദമാണ്. നമുക്കങ്ങനെയൊക്കെ വിചാരിച്ച ഓതാൻ പറ്റും.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ സയ്യിനുൽ ഖുർആന ബി അസ്വാതികും, നിങ്ങളുടെ ഖുർആനിന്റെ പാരായണം നല്ല ശബ്ദത്തോടു കൂടെയാകണം. മണിച്ചോതാത്തവൻ എന്നിൽപ്പെട്ടവനല്ല എന്നാ, ലൈസ മിന്ന എന്ന പ്രയോഗം. അഥവാ തജ്വീദിന്റെ നിയമം എന്ത് ചെയ്യണം? ഒരാൾ പഠിക്കണം. ആ പഠിക്കാത്തവൻ നമ്മിൽപ്പെട്ടവനല്ല എന്നാണ് നബിന്റെ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കി നിങ്ങൾ, ഈ വരാൻ പോകുന്ന റമദാനിൽ 30 ദിവസം ഒരു നിയമം പഠിച്ചാൽ, ഒരു ദിവസവും റമദാൻ ഒരു നിയമം പഠിച്ചാൽ റമദാൻ കഴിയുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് 29 അല്ലെങ്കിൽ 30 നിയമം ഓടിച്ചൂടെ? എന്ത് പ്രയാസമുള്ളത്? 5 മിനിറ്റോ 6 മിനിറ്റോ അല്ലെങ്കിൽ 10 മിനിറ്റ് എടുത്താൽ മതി. തജ്വീദ് അറിയാവുന്ന ഒരാളോട് ഒരു നിയമം ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരണം, ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി ഞങ്ങളിന്ന് പഠിപ്പിച്ചു തരണം കേട്ടോ, ഞങ്ങൾക്കൊന്ന് ക്ലാസ് എടുത്ത് തരണം കേട്ടോ എന്ന് നമുക്ക് പറയാം. നമുക്ക് എന്തൊക്കെ ഗ്രൂപ്പുണ്ട്, നമുക്ക് നാട്ടിലെ ഗ്രൂപ്പുണ്ട്, സ്കൂളിലെ കോളേജിലെ എല്ലാ ഗ്രൂപ്പുള്ള ആൾക്കാരെ നമ്മൾ വിചാരിച്ചാൽ നടക്കും. അതുകൊണ്ട് തന്നെ തജ്വീദ് പഠനത്തിന് എന്ത് ചെയ്യണം? ഒരു പദ്ധതി ഉണ്ടാക്കാൻ ഈ റമദാനിൽ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ എല്ലാവരും ഹിഫ്ളുള്ള ആൾക്കാരാണ്, കുറേയൊക്കെ ഹിഫ്ള് ഉണ്ടാകും. ആ ഹിഫ്ള് ഏതാണ്? ഇപ്പം നമ്മളെപ്പോൾ നിസ്കരിക്കാൻ നിന്നാലും ചില സൂറത്തുകൾ നമുക്കൊക്കെ തൊള്ളിയിൽ വരിക, അതിനപ്പുറം നമുക്കൊക്കെ പേടിയാണ്. അതുകൊണ്ട് തന്നെ ഒരു പുതിയൊരു ഹിഫ്ള് ഉണ്ടാക്കാൻ വരാൻ പോണ റമദാനിൽ എന്ത് ചെയ്യണം? ഇതുവരെ അറിയാത്ത ഒരു സൂറത്ത് പഠിക്കാൻ തീരുമാനിക്കുക. ഇതുവരെ അറിയാത്ത, കാണാതെ അറിയാത്ത ഒരു സൂറത്തെങ്കിലും പഠിക്കുക. ഉദാഹരണത്തിന് സൂറത്ത് മുൽക്ക്. സൂറത്ത് മുൽക്ക് 30 ആയത്തുള്ളത്, 30 ആയത്താണ്. ഒരു ആയത്ത് പഠിച്ചാൽ മതി ഒരു ദിവസം. സൂറത്ത് മുൽക്ക് പഠിച്ചാലുള്ള നേട്ടം എന്താ? അന്തിക്ക് രാത്രി കടന്നുറങ്ങുമ്പോൾ സൂറത്ത് മുൽക്ക് ഓതണം. ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷ കിട്ടുന്ന അധ്യായമാണ്. അപ്പം ഇങ്ങനെയുള്ള കുറേ മഹത്വങ്ങൾ ആ സൂറത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണോ നമുക്ക് ചെയ്യാൻ സാധിക്കുക, ഹിഫ്ളാക്കുന്ന മേഖലയിൽ എന്താണ് നമുക്ക് പറ്റുക എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിച്ച് അവിടെ നല്ലൊരു തീരുമാനം എടുക്കുക. അപ്പം നോക്കൂ, നിങ്ങൾ ഖുർആനിൻ്റെ പാരായണം പറഞ്ഞു, തദബ്ബുർ പറഞ്ഞു, ആശയം പഠിക്കൽ പറഞ്ഞു, തജ്വീദിൻ്റെ വിഷയം പറഞ്ഞു, അതേപോലെ തന്നെ ഹിഫ്ളാക്കുന്ന വിഷയം പറഞ്ഞു. പിന്നെ നമ്മൾ പഠിച്ചത് എന്ത് ചെയ്യണം? അത് മുറാജ നടത്തണം. മുമ്പ് കുറേ പഠിച്ചിട്ടുണ്ട്, അത് ഓതി നോക്കണം. മറക്കുക എന്നുള്ളത് വലിയ കുറ്റമുള്ള വിഷയമാണ്. അതുകൊണ്ട് തന്നെ അത്തരം ഒരു കാര്യം കൂടി റമദാനിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. രണ്ടാമത്തൊരു വശം, റമദാൻ ദാനധർമ്മങ്ങളുടെ മാസമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും ദാനധർമ്മങ്ങൾ ചെയ്യുന്ന ആൾക്കാരുമാണ്. പക്ഷെ അവിടെയും ഞാൻ ഈ പറഞ്ഞതുപോലെ പ്രത്യേകമായ പദ്ധതികൾ നമുക്ക് ഉണ്ടാകണം എന്നുള്ളതാണ്. പ്രത്യേകമായ പദ്ധതികൾ ഉണ്ടാകും. വെറുതെ കുറേ പൈസ കൊണ്ടേ കളയുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. നമ്മൾ കൊടുക്കുന്ന പണത്തിന് നമുക്ക് അസർ ഉണ്ടാകണം, അടയാളങ്ങൾ ഉണ്ടാകണം. മനസ്സിലായി? നമ്മൾ കൊടുക്കുന്ന പൈസക്ക് ഒരുപാട് കാലം നിലനിൽക്കുന്ന നന്മകൾ ഉണ്ടാകുമെന്ന് ഉറപ്പുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ചെലവാക്കണം. അതിനർത്ഥം വേറെ ഒന്നിനും കൊടുക്കാൻ പാടില്ല, പക്ഷെ അവിടെ ഒരു ആലോചന അനിവാര്യമാണ്. സ്വതക്കക്ക് ഒരുപാട് മഹത്തുണ്ട്. ഞാൻ അതിൻ്റെ ഫദ്ലും ഫദായിലും ഒന്നും വിശദീകരിക്കുന്നില്ല. ഒരൊറ്റ വാചകം പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിറാ ഗുഹയിൽ നിന്ന് പേടിച്ച് വരുമ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹ നബി ആശ്വസിപ്പിച്ച ആ ചരിത്രത്തിലെ വാചകങ്ങളൊക്കെ എന്താണെന്നറിയോ? എല്ലാ വാചകങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നബി നല്ല ധർമ്മിഷ്ഠനായിരുന്നു, നബി ആളുകളെ സഹായിച്ച ആളാണ്, നബി ആളുകളുടെ പ്രശ്നങ്ങൾ കേട്ടയാളാണെന്നാ. അന്ന് ഇസ്ലാം വന്നിട്ടൊന്നുമില്ല. ഇസ്ലാം വരുന്നതിന് മുമ്പ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായിരുന്നു. പ്രയാസങ്ങൾ തീർക്കുക എന്ന് പറഞ്ഞാൽ വേദനിക്കുന്ന ആളുകളെ ചേർത്ത് പിടിക്കുന്ന വലിയ പുണ്യമാണ്. അപ്പൊ റമദാനിലാണെങ്കിൽ അത് വലിയ വലിയ മഹത്വമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ എന്ത് വേണം? നമ്മൾ ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സ്വതക്കകൾ എന്തൊക്കെയാണ് എന്ന് ആലോചിക്കണം. മദീനത്തെ പള്ളിയിൽ ഒരു സംഘം ആളുകൾ വരുന്നുണ്ട്. അവർ വന്ന് നബിയോട് പറഞ്ഞു, നബിയെ, കാലക്കെടുതി കൊണ്ട് പ്രളയം പോലെയുള്ള ദുരിതം ഉണ്ടായിട്ട് ഞങ്ങളുടെ സമ്പത്തും വീടൊക്കെ നശിച്ചു, ഞങ്ങളെ സഹായിക്കണം. നബിയുടെ മനസ്സലിഞ്ഞു. നബി ഓടി മിമ്പറിൽ കയറി. പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ ഇവരെ സഹായിക്കണം കേട്ടോ, ഈ ആളുകളെ നിങ്ങൾ സഹായിക്കണം. അവിടെ ഉണ്ടായത് ചരിത്രമാണ്. പിന്നെ ഒരു സ്വഹാബി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോയി ഒരു പാത്രത്തിൽ കുറച്ച് ഈത്തപ്പഴമായി തിരിച്ചു വന്നു. അത് കണ്ട് മറ്റുള്ള ആളുകളൊക്കെ അവരുടെ വീടുകളിലേക്ക് പോയി. അവർ കുറേ ഭക്ഷണവും വസ്ത്രവും അതേപോലെ തന്നെ സമ്പത്തുമൊക്കെയായി വന്നു. അള്ളാന്റെ റസൂലിന്റെ മുമ്പിൽ ഭക്ഷണത്തിന്റെ കൂമ്പാരമുണ്ടായി, വസ്ത്രത്തിന്റെ കൂമ്പാരമുണ്ടായി എന്നൊക്കെ ചരിത്രം പറയുന്നുണ്ട്. അങ്ങനെയായിരുന്നു അവരെന്ത് ചെയ്തു? അവരെല്ലാവരും സ്വതക്ക നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വതക്കയുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങളിലെ ശ്രദ്ധേയമായ ഒരു പ്രയോഗമാണ് അഈനു അഖാക്കും, അഈനു അഖാക്കും, നിങ്ങളുടെ സഹോദരനെ നിങ്ങൾ സഹായിക്കുക. ഇതാരെക്കുറിച്ച് പറഞ്ഞറിയോ? മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു അദ്ദേഹം കരാർ എഴുതി. അന്നത്തെ കാലഘട്ടത്തിൽ അടിമയായിരുന്ന അദ്ദേഹം സ്വതന്ത്രനാകാൻ വേണ്ടി കരാർ എഴുതി. ആ കരാർ എഴുതിയപ്പോൾ യജമാനൻ ആവശ്യപ്പെട്ട എന്തറിയോ? 300 ഈത്തപ്പനയാണ്. 300 ഈത്തപ്പന, അതേപോലെ 40 ഊഖിയയാണ്. ഇത് കൊടുക്കാൻ ഒരിക്കലും സൽമാൻ റളിയല്ലാഹു കഴിയില്ല. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളോട് പറയുന്ന അഈനു അഖാക്കും, നിങ്ങളുടെ സഹോദരനെ നിങ്ങൾ സഹായിക്കൂ.
അവർ വീട്ടിൽ പോയിട്ട് ഈത്തപ്പനകളുമായി തൈകളുമായി വന്നു എന്നാ. ഈത്തപ്പനയുടെ തൈകളുമായി വന്നു. റസൂൽ കുഴി കുഴിക്കാൻ പറഞ്ഞു. 300 കുഴികൾ കുത്തി. ആ കുഴികളിൽ അള്ളാന്റെ റസൂലിന്റെ അനുഗ്രഹീതമായ കൈകൾ കൊണ്ടാണ് ആ തൈകൾ നട്ടത്. അങ്ങനെയാണ് സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു മോചിതനാകുന്നത്. അഈനു അഖാക്കും എന്ന ഒരു വാചകം സ്വഹാബികളോട് നബി പറഞ്ഞു. അവർ സ്വതക്ക നൽകി. മനസ്സിലായില്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്. അദ്ദേഹം പറയാണ്, ഒരു മനുഷ്യൻ അയാൾ ഇങ്ങനെ വിജനതയിലൂടെ അയാൾ ഇങ്ങനെ നടന്നു പോകാൻ. ആ സമയത്ത് അദ്ദേഹം ഒരു ശബ്ദം കേട്ടു. ബൈനമാ റജുലുൻ ബിഫലാത്തിൻ മിനൽ അർള് ഇദാ റഅ സഹാബതൻ ഫസമിഅ ഫീഹാ സൗതൻ. ആകാശത്ത് കാർമേഘങ്ങളുണ്ട്. അപ്പൊ അദ്ദേഹം മുകളിൽ നിന്നൊരു ശബ്ദം കേട്ടു. എന്താണ് ശബ്ദത്തിൽ എന്താ പറയുന്നത്? ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞിട്ട് ആ വ്യക്തിയുടെ തോട്ടം നനക്കണമെന്നാണ് പറയുന്നത്. ആ വ്യക്തിയുടെ തോട്ടം നനക്കണം, ഇതാണ് ശബ്ദമാണ്. ആരെന്നൊന്നും അറിയില്ല. അങ്ങനെ എന്ത് ചെയ്തു? ഉടനെ മഴ വർഷിക്കാൻ തുടങ്ങി. ആ മഴ വർഷിച്ച് ആ വെള്ളം ഇങ്ങനെ ഇങ്ങനെ ഒഴുകിപ്പോവുകയാണ്. ഒരു പ്രത്യേക ദിശയിൽ ആ വെള്ളം ഇങ്ങനെ ഒഴുകിപ്പോകും. സ്വഹീഹായ ഹദീസാണിത്. ഒഴുകി ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ എന്ത് ചെയ്തു? ഇയാൾ ആ വെള്ളത്തെ ഇങ്ങനെ അനുഗമിച്ചു. ഇയാൾ അനുഗമിച്ച് ഇങ്ങനെ ചെന്നപ്പോൾ ഒരു തോട്ടത്തിലേക്ക്, ഒരു മനുഷ്യന്റെ, ഒരു കർഷകന്റെ തോട്ടത്തിലേക്ക് ആ വെള്ളം എത്തി. ആ കർഷകൻ അവിടെ ഉണ്ട്. അയാൾ ആ വെള്ളം ഉപയോഗപ്പെടുത്തി ആ കൃഷി അങ്ങനെ നനച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ശബ്ദം കേട്ട ഈ വെള്ളത്തെ അനുഗമിച്ച മനുഷ്യൻ അയാളുടെ സമീപത്തേക്ക് ചെന്നു. എന്നിട്ട് അയാളുടെ പേര് വിളിച്ചു. ആ തോട്ടക്കാരനായ മനുഷ്യന്റെ പേര് വിളിച്ചു. തോട്ടക്കാരന് ഇയാളെ പരിചയമല്ല, മുമ്പ് അവർ സുഹൃത്തുക്കളൊന്നുമല്ല. പിന്നെ എങ്ങനെ എന്റെ പേര് ഇയാൾക്ക് ലഭിച്ചത്? അയാൾ ചോദിച്ചു, നിങ്ങൾക്ക് എവിടെ നിന്നാണ് എന്റെ പേര് കിട്ടിയത്? അപ്പൊ ഇയാൾ ഈ സംഭവിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു. നിങ്ങളുടെ തോട്ടം നനക്കാൻ വേണ്ടി ഒരു ശബ്ദം ഞാൻ കേട്ടു, നിങ്ങളുടെ പേര് പറഞ്ഞിട്ടാണ്. നിങ്ങളുടെ പേര് അതായിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടാണ് ഞാനത് പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളുടെ ഈ കൃഷിയിടത്തെ നിങ്ങൾ എങ്ങനെയാണ് വിനിയോഗിക്കുന്നത്? നിങ്ങൾ ഇതിനെ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തുന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞത്, എൻ്റെ സമ്പത്തിൽ നിന്ന് ഞാൻ ചെയ്യാറുള്ളത് അതിൻ്റെ 1/3 എനിക്കും എൻ്റെ കുടുംബത്തിന് വേണ്ടി എടുക്കും. 1/3 ഞാൻ അടുത്ത തവണ വൃത്തിയിറക്കാൻ കൃഷിക്ക് വേണ്ടി മാറ്റിവെക്കും. 1/3 ഞാൻ പാവങ്ങളെ സഹായിക്കുന്നതാണ്, സ്വതക്ക നൽകുന്നതാണ്. ആ മനുഷ്യൻ പറഞ്ഞ വാചകങ്ങൾ അങ്ങനെയായിരുന്നു. അപ്പൊ നോക്കൂ, നിങ്ങൾ സ്വതക്ക നൽകുന്ന ആളുകൾക്ക് അല്ലാഹു നമ്മൾ വിചാരിക്കാത്ത വഴികളിലൂടെ പടച്ചോൻ കൊടുക്കും, അല്ലാഹു കൊടുക്കും. അതുകൊണ്ട് എന്ത് വേണം? നമ്മൾ നമ്മുടെ കഴിവിന്റെ പരമാവധി സ്വതക്ക നൽകുന്ന ആളുകളാകാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. ഒരുപാട് സംവിധാനങ്ങളുണ്ട് നമ്മുടെ മുമ്പിൽ, ഒരുപാട് സംവിധാനങ്ങൾ. ഇപ്പൊ ആവശ്യക്കാരായ ആളുകൾക്ക് നമുക്ക് റേഷൻ കൊടുക്കാം. ഇപ്പൊ നമ്മുടെ കുട്ടികളുടെ ഈദ് കിസ്വ, അതൊരു പുണ്യത്തിനുള്ള വഴിയാണ്. യതീം കുട്ടികളെ നമുക്ക് ഏറ്റെടുക്കാം, വിധവകളെ ഏറ്റെടുക്കാം, സ്കോളർഷിപ്പ് നൽകുക, ഡയാലിസിസ് രോഗികളുണ്ട്, ക്യാൻസർ രോഗികളുണ്ട്, അശരണരെ, അങ്ങനെ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. ഞാനത് വിശദീകരിക്കുന്ന ഒരു സദസ്സല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ സമ്പത്ത് എന്തിൽ വിനിയോഗിക്കും, റമദാനിൽ ഏതൊക്കെ മേഖലകളിലൂടെ നമുക്ക് പുണ്യം നേടിയെടുക്കാൻ സാധിക്കുമെന്ന ആലോചന എന്ത് ചെയ്യണം? ഇപ്പൊ തന്നെ നടത്തണം എന്നാണ് ഞാൻ പറയുന്നത്. എന്നിട്ട് വേണം റമദാനെ സ്വീകരിക്കാൻ. നമ്മളൊരു പള്ളിക്ക് വേണ്ടി ഒരാൾ പിരിവ് ചോദിച്ചാൽ നമ്മൾ മുഖം കറക്കാൻ പാടില്ല. ഉറപ്പായിട്ട് ഈ റമദാനിൽ നമ്മുടെയൊക്കെ സമീപത്തേക്ക് പള്ളിക്ക് പണം ചോദിച്ച ആൾക്കാർ വരും. അങ്ങനെ വന്നാൽ നമ്മൾ സന്തോഷിക്കാൻ വേണ്ടത്. കാരണം എന്താ? കേരളത്തിന്റെ ഏതെങ്കിലും ഒരു പ്രദേശത്ത് അള്ളാഹുവിന് സുജൂദ് ചെയ്യാൻ ഒരു പള്ളി ഉണ്ടാക്കുമ്പോൾ ആ പള്ളിയുടെ ചുമരിൽ ഒരു കട്ട ഞാൻ കൊടുത്തതാകണം നമ്മൾ ചിന്തിക്കേണ്ടത്. ഒറ്റ കട്ട 50 റുപ്യ നമ്മൾ മാറ്റി വെച്ചാൽ മതി. 46 റുപ്യ 48 റുപ്യക്കാണ് ഒരു കട്ടക്ക് ഞങ്ങളൊക്കെ നാട്ടിൽ. അത് വെച്ചാൽ ഞാൻ പറഞ്ഞത്. ഒരു 50 രൂപയെങ്കിലും കൊടുക്കാൻ നമ്മൾ വിചാരിച്ചാൽ നടക്കും. അപ്പം അങ്ങനെ സ്വതക്ക ചെയ്യുന്ന മേഖലയിൽ റമദാനിനെ ധന്യമാക്കാൻ എന്ത് ചെയ്യണം? നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് അവസാനത്തെ 10 എല്ലാ ദിവസവും നമ്മൾ സ്വതക്ക കൊടുക്കണം. വളരെ എളുപ്പമാണ്. ഇപ്പം നമ്മളൊക്കെ നാട്ടിലെ മഹല്ലിൽ നമ്മൾ ആ പള്ളിയുടെ പരിപാലനത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? എല്ലാ ദിവസവും 10 റുപ്യ കൊണ്ടുപോയിട്ടാൽ മതി, 10 രൂപ ഇട്ടാൽ മതി. റമദാനിലെ അവസാനത്തെ 10 ദിവസവും 10 രൂപയുടെ 100 റുപ്യ ചെലവുള്ളൂ. പക്ഷെ ഇതിൽ കിട്ടണ എന്താ? ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ സ്വതക്ക നൽകിയ പുണ്യം കിട്ടും 10 ദിവസം കൊടുത്താൽ. ഇങ്ങനെ നമ്മൾ ആലോചിക്കുക, റമദാനെ എങ്ങനെ ഫലപ്രദമാക്കാൻ പറ്റും, എങ്ങനെ നമുക്ക് കൂടുതൽ പ്രതിഫലങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുമെന്ന് നമ്മൾ ചിന്തിക്കുക. അപ്പൊ റമദാൻ നമ്മളൊക്കെ നോമ്പ് വെക്കും ഇൻഷാ അല്ലാഹ്. 30 നോമ്പ് നോറ്റ കൂലി നമുക്ക് കിട്ടും, അല്ലെങ്കിൽ 29 നോമ്പ് മാസം കാണിനെ അടിസ്ഥാനപ്പെടുത്തി. എന്നാൽ നമ്മൾ നോക്കുന്ന നോമ്പിന്റെ കൂടെ അത്രയും നോമ്പിന്റെ കൂടെ കൂലി കിട്ടാൻ എന്ത് ചെയ്താൽ മതി? എല്ലാ ദിവസവും ഒരാൾ നോമ്പ് ഉറപ്പിച്ചാൽ മതി. എല്ലാ ദിവസവും ഒരാൾ നോമ്പ് തുറപ്പിച്ചാൽ, ഇപ്പൊ റമദാനിൽ 30 നോമ്പുണ്ട്, 30 ദിവസം ഒരാളെ നോമ്പ് തുറപ്പിച്ചാൽ അയാളുടെ നോമ്പിന്റെ അതേ കൂലി നമുക്കും കിട്ടി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകം എന്താ? മൻ ഫത്തറ സായിമൻ കാന ലഹു മിസ്ലു അജ്രിഹി ഗൈറ അന്നഹു ലാ യൻഖുസു മിൻ അജ്രി സായിമി ഷൈഅ. നിങ്ങൾ ഒരാളെ നോമ്പ് തുറപ്പിച്ചാൽ അയാളുടെ
കൂലിയിൽ നിന്നൊട്ടും കുറയാതെ അതേ കൂലി നമുക്ക് ലഭിക്കും. അപ്പം ഈ റമദാൻ നമുക്ക് 60 നോമ്പ് കിട്ടണം, അല്ലെങ്കിൽ 90 നോമ്പിൻ്റെ കൂലി കിട്ടണം. നമ്മുടെ സാമ്പത്തികാവസ്ഥ എന്താണ്, നമ്മുടെ കഴിവെന്താണ്, അതൊക്കെ ആലോചിച്ച് എന്ത് ചെയ്യണം, ആ മേഖലയിലും പുണ്യം നേടിയെടുക്കാൻ എന്ത് ചെയ്യണം, നമ്മൾ ശ്രദ്ധിക്കണം. മനസ്സിലായില്ലേ? അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ് ആരാധനകളുടെ മേഖല. ആരാധന രംഗത്ത് എന്ത് ചെയ്യണം, സൂക്ഷ്മത പാലിക്കാൻ നമുക്ക് പറ്റണം. പ്രത്യേകിച്ച് നമസ്കാരം, സുന്നത്ത് നമസ്കാരങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, 5 ഹജ്ജ് ചെയ്ത കൂലി എന്ത് ചെയ്യും, 5 നേരത്തെ പള്ളിയിൽ വന്നാൽ കിട്ടും. നിർബന്ധ നിസ്കാരത്തിന് വന്നാൽ റമദാൻ കഴിയുമ്പോൾ എത്ര ഹജ്ജ് നമുക്ക് ചെയ്യാം, ഞങ്ങളത് കൂട്ടി വയ്ക്കാൻ മതി. 30 ദിവസം ജമാഅത്തിന് വന്നാൽ, ഒരു ജമാഅത്തും മുടങ്ങാതെ പങ്കെടുത്താൽ എത്ര ഹജ്ജ് ചെയ്ത കൂലി കിട്ടും. ഒരു ഹജ്ജ് ചെയ്യണമെങ്കിൽ പ്രയാസം എത്രയാണ്, അധ്വാനം എത്രയാണ്, പൈസ എത്ര വേണം. നമ്മുടെ വീട്ടിൽ നിന്ന് പള്ളിയിൽ വന്ന് നിസ്കരിച്ചു പോയാൽ ഒരു ഹജ്ജിന്റെ കൂലി കിട്ടുമെങ്കിൽ എന്ത് നമ്മൾ നഷ്ടപ്പെടുത്തണം. അപ്പം അതുകൊണ്ട് തന്നെ ആരാധനാ വിഷയങ്ങളിൽ എന്ത് ചെയ്യണം, നല്ല ശ്രദ്ധ ഉണ്ടാകണം. അതേപോലെ ഇപ്പോൾ വുദു നമ്മൾ പൂർണ്ണമായിട്ട് എടുക്കണം. അതിലൊക്കെ വലിയ പുണ്യങ്ങളുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ധാരാളം നേട്ടങ്ങളുണ്ട്. അതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യണം ചോദിച്ചാൽ, ദിക്റുകൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ മറക്കാൻ പാടില്ല. ദിക്റുകൾ, ദുആകൾ നമ്മൾ മറക്കാൻ പാടില്ല. നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായി നമ്മൾ പഠിക്കേണ്ട കുറേ ദിക്റുകളും ദുആകളുണ്ട്. നമുക്കറിയാത്ത ദിക്റുകൾ, ഇപ്പം രാവിലെ 22ഓളം പ്രാർത്ഥന ഉണ്ട് ചൊല്ലേണ്ട, 22ഓളം പ്രാർത്ഥനകൾ പ്രഭാത സമയത്ത്. വൈകുന്നേരം ഉണ്ട് അത്ര തന്നെ. അപ്പം അതിൽ നമുക്ക് 5 എണ്ണം അറിയുന്ന ആൾക്കാരുണ്ടാകും, 2 എണ്ണം അറിയുന്ന ആൾക്കാരുണ്ടാകും. അപ്പോൾ ഒരു വർധനവ് ഉണ്ടാക്കണം. വരാൻ പോണ റമദാനിൽ എന്ത് ചെയ്യുക, നമ്മൾ കുറച്ചുകൂടെ ദിക്റുകൾ പഠിക്കുന്ന, കുറച്ചുകൂടെ പ്രാർത്ഥന പഠിക്കുന്ന അവസ്ഥ എന്ത് ചെയ്യണം, നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പം ദിക്റുകൾ പഠിക്കുക, ആരാധനകൾ ഉണ്ടാകുക. പിന്നെ രാവിലെ സമയത്ത് നമ്മൾ പ്രത്യേകം ഉപയോഗപ്പെടുത്തണം. റമദാനിലെ പ്രഭാത സമയം എന്ത് ചെയ്യണം, ഉപയോഗപ്പെടുത്തണം. സാധാരണ നമ്മൾ പറയാറുണ്ട്, ഈ പല മനുഷ്യന്മാരും ഏറ്റവും കൂടുതൽ സമയം ഉറങ്ങിയത് ഉമ്മാൻ്റെ ഗർഭാശയത്തിൽ നിന്നാണ്. ഏറ്റവും കൂടുതൽ ഉറങ്ങിയത് 9 മാസക്കാലം അവിടെ നിന്ന് ഉറങ്ങിക്കണം. സമയമായോ പങ്കെടുക്കാൻ? പങ്കെടുക്ക. الله أكبر الله أكبر الله أكبر الله أكبر أشهد أن لا إله إلا الله أشهد أن لا إله إلا الله أشهد أن محمدًا رسول الله أشهد أن محمدًا رسول الله حي على الصلاة حي على الصلاة حي على الفلاح حي على الفلاح الله أكبر الله أكبر لا إله إلا الله സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ബാങ്ക് കേട്ട് കഴിഞ്ഞാൽ 4 കാര്യങ്ങൾ ചെയ്യണമെന്നാണ്. അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഓർമ്മപ്പെടുത്താണ്. സാധാരണ നമ്മൾ ബാങ്കിൻ്റെ ലഫ്ലുകൾ പറയും, എല്ലാവരും അത് ചെയ്യാറുണ്ട്. ബാങ്കിൻ്റെ ശേഷമുള്ള പ്രാർത്ഥന എല്ലാവർക്കും അറിയാം, അത് എല്ലാവരും പഠിച്ചു വെച്ച കാര്യമാണ്. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി തമ്മ എന്ന് പറഞ്ഞ പ്രാർത്ഥന പലരും മറന്നു പോകുന്നൊരു കാര്യമാണ്. ബാങ്ക് കേട്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരിൽ സ്വലാത്ത് ചെല്ലണം. നബിയുടെ പേരിൽ ഇബ്രാഹിമിയ സ്വലാത്ത് ചെല്ലുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ്.
അതേപോലെ തന്നെ റദീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ എന്ന് പറയുന്ന പ്രാർത്ഥന നിർവഹിക്കലും ബാങ്കിൻ്റെ ശേഷം സുന്നത്തായ കാര്യമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തണം. ശരി, ഞാൻ പറഞ്ഞത് റമദാനിലെ കുറേ ആൾക്കാർ ഉറങ്ങണ സമയമായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു, ഉമ്മാൻ്റെ ഗർഭാശയത്തിൽ നിന്ന് ഉറങ്ങാനാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും തോന്നെ ഇറങ്ങിയത് അവിടുന്ന് ഈ കാലം. പിന്നെ ആൾക്കാർ ഉറങ്ങുക റമദാൻ മാസത്തിലാണ്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. റമദാൻ ഉറക്കത്തിൻ്റെ മാസമല്ല, ഇബാദത്തിൻ്റെ മാസമാണ്. അതിൻ്റെ അർത്ഥം ഉറങ്ങണ്ടെന്നൊന്നുമല്ല. റമദാനിൽ ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങണം, എങ്കിലും നമുക്ക് ആരാധനകൾക്ക് ഉന്മേഷം ഉണ്ടാവുള്ളൂ. പിന്നെ രാവിലെ സമയത്തെക്കുറിച്ചുള്ള ഹദീത്ത് നമ്മൾ വായിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രാർത്ഥന ഉണ്ട്. അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹാ, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹാ, അല്ലാഹുവേ എൻ്റെ ഉമ്മത്തിൻ്റെ പ്രഭാത സമയത്തിൽ നീ ബറക്കത്ത് ചൊരിയണമെന്ന് പ്രാർത്ഥിച്ചു. പ്രഭാത സമയത്തിൽ നീ ബറക്കത്ത് ചൊരിയണമെന്ന്. ഈ പ്രാർത്ഥന ഒരു സ്വഹാബി കേട്ടു. സഹർ എന്നാണ് ആ സ്വഹാബിൻ്റെ പേര്. ആ പ്രാർത്ഥന കേട്ട സ്വഹാബി എന്ത് ചെയ്തു അറിയോ? അദ്ദേഹം വലിയ കച്ചവടക്കാരനായിരുന്നു. അദ്ദേഹം ആ കച്ചവട സമയം മാറ്റി, രാവിലെ സമയത്തേക്ക് അദ്ദേഹത്തിൻ്റെ കച്ചവടം കൊണ്ടുവന്നു. പിന്നെ അദ്ദേഹം കച്ചവടം തുടങ്ങപ്പോൾ രാവിലെയാണ്, അതിനുള്ള യാത്രകളൊക്കെ ആരംഭിക്കുക രാവിലെയാണ്. സഹർ എന്ന് പറയുന്ന സ്വഹാബി മരിച്ച രംഗണ്ട് ചരിത്രത്തിൽ. അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത് മദീനയിലെ ഏറ്റവും സമ്പന്നനായ താജിർ മരണപ്പെട്ടു എന്നാണ്. അദ്ദേഹം മരിക്കണ സമയത്ത് എങ്ങനെ അദ്ദേഹം സമ്പന്നനായി? നബിയുടെ ഈ പ്രാർത്ഥനയുടെ ഫലമാണ്. അപ്പം പ്രഭാത സമയം ബർക്കത്താക്കപ്പെട്ട സമയമാണ്. ആ സമയം ഉറങ്ങാനുള്ള സമയമല്ല. വിദ്യാർത്ഥികൾ പഠിക്കണം, അതേപോലെ തന്നെ ബാക്കിയുള്ള ആളുകൾ വായിക്കാൻ, നല്ല കാര്യങ്ങൾക്ക്, അതിനു വേണ്ടിയാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ആ പ്രഭാത സമയത്തെ ഉപയോഗപ്പെടുത്തേണ്ടത്. പ്രത്യേകിച്ച് റമദാനിലെ പ്രഭാത സമയത്തെ ഉറങ്ങാൻ വേണ്ടി ഉറങ്ങിക്കളയുന്ന ആളുകളാകാൻ പാടില്ല എന്നുള്ളത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതേപോലെ തന്നെ അവസാനത്തെ ഒരു പോയിന്റ്, റമദാനിനെ നമ്മൾ പ്രാർത്ഥനയുടെ മാസമാക്കണം നമ്മൾ പറയും. പക്ഷെ നമ്മൾ പ്രാർത്ഥനയുടെ വിഷയത്തിൽ ഇപ്പോൾ നമ്മളൊക്കെ ഒരുപാട് പിന്നിലാണ്. ഞാൻ എന്നെ മാറ്റി വെച്ചല്ല സംസാരിക്കുന്നത്. അപ്പം നമ്മളൊക്കെ അള്ളാഹുവിനോട് വളരെ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പ്രാർത്ഥിക്കാറുള്ളത്. വളരെ കുറച്ച് കാര്യങ്ങളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചോദിച്ചാലും നൽകുന്നവനാണ്. എന്ത് ചോദിച്ചാലും നൽകുന്നവനാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് മിനിയാന്ന് രാത്രി ഉണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം. മിനിയാന്ന് രാത്രി ഞാനൊരു സ്ഥലത്ത് പ്രോഗ്രാമിന് പോയി. ഞാൻ ജോലി ചെയ്തിരുന്ന, ഇന്നവിടെ നമുക്ക് പള്ളിയൊന്നുമില്ല, നമ്മുടെ ആദർശ സഹോദരങ്ങളുടെ പള്ളിയാണ്. അപ്പോൾ അവിടെയുള്ള സുഹൃത്തുക്കൾ അവിടെ ഒരു പരിപാടി സംഘടിപ്പിച്ചു. ആ പരിപാടിയിൽ പോയതാണ്. അപ്പോൾ ആ പള്ളിയിൽ ഏകദേശം 28 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കൊണ്ടുപോയാക്കിയ ഒരാളാണ് അവിടെ ഇമാമ്. 28 വർഷങ്ങൾക്ക് മുമ്പ്, അന്ന് 28 വർഷം ഏകദേശം അദ്ദേഹമാണ് അവിടെ ഇമാമ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ രാത്രി ഞാനും വേറൊരു സുഹൃത്തും കൂടെ കടപ്പുറത്ത് പോയി ഞങ്ങൾ ഇരുന്നിങ്ങനെ സംസാരിക്കുകയാണ്. കുറേ കാലങ്ങൾക്ക് ശേഷം ഞങ്ങൾ കാണുന്നതൊക്കെ. അങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നതിനിടയിൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാനൊരു കാര്യം പ്രാർത്ഥിക്കുമായിരുന്നു. ആ സുഹൃത്ത് പറയാണ്, എന്താ പ്രാർത്ഥന എന്നറിയോ? നീ എന്നെ ഈ പള്ളിയിൽ കൊണ്ടുവന്നാക്കി, എന്നിട്ട് നീ ഇവിടുന്ന് കഴിച്ചില്ലായി. ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഉച്ച സമയത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇങ്ങനെ അവിടുത്തെ വീടുകളിലൊക്കെ പോകും. അപ്പോൾ ആ വീട്ടിലൊന്നും പുരുഷന്മാരുണ്ടാവില്ല. ഞാനിങ്ങനെ അവരുടെ വീടിൻ്റെ മുന്നിൽ ആ സിറ്റ് ഔട്ടിൽ അങ്ങനെ ഇരിക്കും. ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കണം, ഭക്ഷണം വരുന്നതും കാത്ത് കുറേ നേരം എന്ത് ചെയ്യും? കാത്തിരിക്കും. മണിക്കൂറുകൾ ഞാൻ ഇരുന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ വാചകം, ഞാൻ ആ പ്രദേശത്തുള്ള ഏതൊക്കെ വീടിൻ്റെ സിറ്റ് ഔട്ടുകളിൽ ഞാൻ ഇരുന്നിട്ടുണ്ടോ അവിടെ നിന്നൊക്കെ ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, പടച്ചോനെ ഇതേപോലെ ഭക്ഷണത്തിന് കാത്തിരിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് ഒന്നെന്നെ രക്ഷപ്പെടുത്തണം. എൻ്റെ വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരവസ്ഥയിലേക്ക് എന്നെ നീ എത്തിക്കണം എന്ന് അദ്ദേഹം ദുആ ചെയ്തു എന്നാണ്. അദ്ദേഹം ഒരു ഗവൺമെൻറ് സ്ഥാപനത്തിൽ ജോലി കിട്ടിയ ആളാണ്. കൂടുതലൊന്നും അദ്ദേഹം പഠിച്ചിട്ടില്ല. അദ്ദേഹത്തിനോട് ഒരു ദിവസം ഒരു എയ്ഡഡ് സ്ഥാപനത്തിൽ, ആ പ്രദേശത്തുള്ള എയ്ഡഡ് സ്ഥാപനത്തിലെ മാനേജർ ഫോം വിളിച്ചൊരു ചോദ്യം ചോദിച്ചു, എനിക്ക് സ്കൂളിൽ പോസ്റ്റ് വേണോ? ആ സ്കൂളിൽ 30, 28, 16 ലക്ഷം കൊടുത്തിട്ടാണ് ആൾക്കാർ കയറുന്നത്. അപ്പം വിചാരിച്ച് കളിയാക്കാൻ വേണ്ടി പറയണം. അയാൾ വീണ്ടും നേരെ വന്നു, നിനക്ക് സ്കൂളിൽ പോസ്റ്റ് വേണോ? അവൻ പറഞ്ഞു, എനിക്ക് പോസ്റ്റ് വേണം, പക്ഷേ എൻ്റെ അടുത്ത് പൈസ ഒന്നുമില്ല. എന്നോട് പൈസ ചോദിച്ചില്ലല്ലോ, നാളെ പോയിട്ട് നീ ജോയിൻ ചെയ്തു. അദ്ദേഹം എന്ത് ചെയ്തു? ജോയിൻ ചെയ്തു. അപ്പം അദ്ദേഹം പറഞ്ഞ വാചകം എന്താ? ഞാൻ അള്ളാഹിനോട് പ്രാർത്ഥിച്ചു, പടച്ചോൻ എനിക്ക് ഉത്തരം നൽകി. അതിൻ്റെ കൂടെ അദ്ദേഹം ചേർത്ത് പറഞ്ഞു, അവൻ്റെ വാപ്പ ഈ അടുത്ത ദിവസം മരിച്ചത്, അതിൻ്റെ കൂടെ അവൻ പറഞ്ഞു, എൻ്റെ വീട്ടിലൊരു ചർച്ച ഉണ്ടായിരുന്നു. എൻ്റെ ഉമ്മ എന്നോട് പറയും, നീ ഒരു പ്രസംഗിക്കുന്ന ആളാകണം, ക്ലാസ്സൊക്കെ എടുക്കുന്ന ആളാകണം, കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരാളാകണം. അതിൻ്റെ ഉമ്മാൻ്റെ ആഗ്രഹമായിരുന്നു. അങ്ങനെ ഉമ്മ എന്നോടത് പറയുമ്പോൾ എൻ്റെ വാപ്പ ഉമ്മാനോട് പറയാം, നിങ്ങൾ എന്താ ഓനെക്കുറിച്ച് നീ പറയണത്? അതിന് തീരെ ശബ്ദമില്ലാത്ത ആളാ,
തൊണ്ടൊക്കെ ചെറുതാണ്, അതുകൊണ്ട് തന്നെ പ്രസംഗിക്കാനൊന്നും ഒരു പറ്റൂല. ഓൻ എന്തെങ്കിലും ഒരു ഓഫീസിലൊരു വർക്ക് കിട്ടലാണ് നല്ലത് എന്ന് എൻ്റെ ബാപ്പ പറയുമായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ഉമ്മാനോടും ബാപ്പാനോടും പറയും, എനിക്ക് നിങ്ങൾ പറഞ്ഞ 2 പണിയും വേണം, എനിക്കൊരു ഡ്രൈവറായാൽ മതി എന്ന് ഞാൻ പറയും എന്ന് ഇയാൾ പറയണം. എന്നിട്ട് അവസാനം അവൻ പറഞ്ഞ വാചകതാണ്, ഞങ്ങളുടെ 3 പേരുടെയും ആഗ്രഹം പഠിച്ചോൻ സഫലീകരിച്ചെന്നു. എൻ്റെ ഉമ്മ പറഞ്ഞതുപോലെ ഞാൻ ഖുതുബ പറയും, ഞാൻ ക്ലാസ് എടുക്കും, ഞാൻ മദ്രസയിൽ പഠിപ്പിക്കുന്നു. എൻ്റെ ബാപ്പ വിചാരിച്ചതുപോലെ ഒരു സ്ഥാപനത്തിലെ ഒരു ഓഫീസിലെ ക്ലർക്കാണ് ഇപ്പം ഞാൻ. എൻ്റെ ആഗ്രഹം എന്തെങ്കിലും ഡ്രൈവർ ആകലായിരുന്നു. അപ്പോൾ ഈ മാനേജർ അവനോട് അന്ന് ചോദിച്ചു, എനിക്ക് ഡ്രൈവിംഗ് അറിയുമെന്ന് ചോദിച്ചു. അപ്പോൾ ഡ്രൈവിംഗ് അറിയുമെന്ന് പറഞ്ഞു. എന്നാൽ രാവിലെ സ്കൂൾ തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് കുട്ടികളെ അതിൻ്റെ അടുത്തുനിന്ന് ഒരു 10 മിനിറ്റ് കൊണ്ട് എടുക്കണമെന്ന് പറഞ്ഞു. അവർക്ക് ഡ്രൈവറിൻ്റെ പണിയും കിട്ടിയെന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താ അറിയോ, നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കും. ഈ വിശ്വാസം ഉണ്ടാകണം നമുക്ക്. ഉറച്ച വിശ്വാസത്തോടു കൂടെ എന്ത് ചെയ്യുക, പ്രാർത്ഥിക്കുക. ഒരൊറ്റ സംഭവം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. ഒരു സമ്പന്നനായ മനുഷ്യൻ, അതിസമ്പന്നനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു സ്വസ്ഥതയും സമാധാനമില്ല. അയാൾക്ക് പൈസ കുറേ ഉണ്ട്. അയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങി സമാധാനമില്ലാതെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ നടക്കുമ്പോഴാണ് ഒരു ചെറിയ പള്ളി കണ്ടത്. ആ പള്ളിയിൽ അയാൾ കയറി. പള്ളിയിൽ കയറുമ്പോൾ അവിടെ ഒരു മനുഷ്യൻ കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അയാൾ ഉറക്കെ കരയുന്നുണ്ട്, സങ്കടപ്പെട്ട്. വേറെ ആരും ആ പള്ളിയിലില്ല. അപ്പോൾ അയാൾ ചെന്ന് ചോദിച്ചു, എന്തിനാ നിങ്ങൾ കരയുന്നത്, എന്താ നിങ്ങളുടെ പ്രശ്നം? ആ സാധു മനുഷ്യൻ പറഞ്ഞു, എനിക്ക് കുറേ കടമുണ്ട്, ഞാൻ ബുദ്ധിമുട്ടിലാണ്. ഇയാൾ സമ്പന്നനാണ്. അയാളുടെ മുഴുവൻ കടങ്ങളും വീട്ടി. അതിനുള്ള സംവിധാനം ഉണ്ടാക്കി. അയാൾക്ക് ഇയാളെ ഇഷ്ടമായതുകൊണ്ട് മുഴുവൻ കടം വീട്ടി. എന്നിട്ട് അദ്ദേഹം ഒരു കാർഡ് കൊടുത്തു, ഇയാളുടെ വിസിറ്റിംഗ് കാർഡ് കൊടുത്തു. നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രയാസം ഉണ്ടെങ്കിലും എന്നെ വിളിച്ചോളൂ, ഞാൻ നിങ്ങളെ സഹായിക്കാം. അപ്പോൾ അയാൾ പറഞ്ഞു, ആ കാർഡ് എനിക്ക് വേണ്ട. എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു പ്രശ്നമുണ്ടാകുമ്പോൾ ഞാനിപ്പോൾ എൻ്റെ റബ്ബിനോടാണ് പറയണത്, പടച്ചോനോടാണ് പറയണത്. നിങ്ങൾ ഈ ഒരു കാർഡ് നൽകിയാൽ നാളെ എനിക്കൊരു പ്രയാസം ഉണ്ടാകും, ഞാൻ പടച്ചോനെ മറക്കും. ഞാൻ ആ കാർഡ് എടുക്കും, നിങ്ങളെ വിളിക്കാൻ നിൽക്കും. അതുകൊണ്ട് കാർഡ് വേണ്ട, ഞാൻ അള്ളാഹിനോട് പറഞ്ഞുകൊണ്ട് അള്ളാഹു എനിക്കൊരു പരിഹാരം ഉണ്ടാക്കി തരുന്നതാണ്. പ്രിയപ്പെട്ടവർ, ഈ വിശ്വാസത്തോടു കൂടെ റമദാൻ നമ്മൾ സമീപിക്കണം. റമദാൻ പ്രാർത്ഥനയുടെ മാസമാക്കി മാറ്റണം. നമുക്കൊക്കെ 100,000 പ്രശ്നങ്ങളുണ്ട് നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിൽ, അതേപോലെ തന്നെ കുടുംബ ജീവിതത്തിൽ, സാമൂഹിക ഒരുപാട് പ്രശ്നങ്ങൾ മനുഷ്യരായ നമുക്കൊക്കെ. ഇതൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കുന്ന. മൂസാ നബിനെ പടച്ചവൻ രക്ഷപ്പെടുത്തി കൊടുക്കുന്നത് കടലിൻ്റെയും ഫിറൗനിൻ്റെയും മരണം മുന്നിൽ കണ്ട രംഗത്ത് നിന്നാണ്. ഇന്ന റബ്ബി സയഹ്ദീൻ, എൻ്റെ റബ്ബ് എനിക്കൊരു വഴി കാണിച്ചു തരും. മൂസാ നബിക്ക് വഴി കാണിച്ചു കൊടുത്ത് അങ്ങനെയാണ്. ദന്നൂൻ പ്രവാചകനെ ആഴക്കടലിൻ്റെ ആഴിയിൽ നിന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊണ്ടുവന്നത്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. പ്രാർത്ഥനയുടെ ഫലമാണത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് നിരന്തരം പ്രാർത്ഥിക്കുന്ന ആളുകളാവുക. പ്രത്യേകിച്ച് റമദാനിനെ ആ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം എന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വരാൻ പോകുന്ന റമദാനിനെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്ന, ഏറ്റവും നന്നായി ഉപയോഗിച്ച് ധാരാളം നന്മകൾ സ്വന്തമാക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, അള്ളാഹു ഷിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.